ഏതായാലും ഇന്ന് നമ്മളൊരു വ്യത്യസ്ത വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ദൈവം ഉപയോഗിച്ച, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, അസാധാരണ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ച സാധാരണ മനുഷ്യരെല്ലാം സാധാരണക്കാരാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ സാധാരണ എന്ന പദത്തിന്റെ പരിധി വിട്ട് ഒത്തിരി മുമ്പോട്ട് പോകാൻ വഴികളുള്ളവരുണ്ട്. അപ്പോ നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്. നമ്മളല്ല ഇവിടത്തെ കഥാപാത്രങ്ങൾ. ഇന്ന് നമ്മൾ ഇവിടുത്തെ കഥാപാത്രങ്ങളാകുന്നുണ്ട്. നമ്മെക്കുറിച്ചും തിരിച്ചു ചിന്തിച്ചാൽ നമ്മൾ സാധാരണ മനുഷ്യരാണ്. പക്ഷെ തിരിഞ്ഞു ചിന്തിച്ചാൽ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല നമ്മൾ ആരും ചെയ്യുന്നത്. നമ്മളിലൂടെയും ഒരു അസാധാരണ പ്രവൃത്തി ദൈവം ചെയ്യുന്നുണ്ട്. അതിന്റെ അളവ് വ്യത്യാസമുണ്ട്. അളവിന്റെ വ്യത്യസ്തതയുടെ കാരണം നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്. അതിന്റെ കുറവോ കൂടുതലോ ഒക്കെ അനുസരിച്ചാണ്. അല്ല വേറൊരു കാര്യം അതിലില്ല. ദൈവം നമ്മളുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറത്തേക്ക്, നമ്മുടെ ചിന്തകൾക്കപ്പുറത്തേക്ക് നമ്മളെ ഉപയോഗിക്കുന്ന ദൈവമാണ്. അതിന് ലിമിറ്റ് ദൈവം വച്ചിട്ടില്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ആ സിസ്റ്റത്തിനകത്ത് നമ്മൾ പരിമിതപ്പെടുന്നതാണ്. അപ്പൊ അത് ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഒരല്പം മുഖവുര പറഞ്ഞു പോയത്. ഇനി നമുക്ക് വചനം വായിച്ചിട്ട് അതിൻ്റെ ഒരു ഉള്ളിലൂടെ പോകാം. ഇന്ന് നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റിലെ ചില ക്യാരക്ടേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. അല്പം ഹിസ്റ്റോറിക്കലായ ചില കാര്യങ്ങൾ അതിൽ വരും. നമുക്ക് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് ഉടനെ വരാം. ചിലർക്ക് ഞാൻ ഈ ഓൾഡ് ടെസ്റ്റമെന്റും പ്രസംഗിക്കാറുണ്ട്. ചിലർക്ക് ഈ പഴയ നിയമ വിരുദ്ധത ചിലരുടെ മനസ്സിൽ ഇങ്ങനെ കുടിയേറിയിട്ടുണ്ട്. എന്തിനാണ് ഈ പഴയ നിയമത്തെ ഇവർ എതിർക്കുന്നതെന്നൊരു പിടി കിട്ടുന്നില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഇന്ന് പാസ്റ്റർ ദാവീദിന്റെ കഥയാണ് പറഞ്ഞത് സഭയെ മുഴുവൻ. ദാവീദിന്റെ കഥ കേട്ട് മടുത്തു. ആക്ച്വലി ദാവീദിന്റെ കഥ എന്നൊന്നും ബൈബിളിലില്ല. ദാവീദ് കഥ പറഞ്ഞാലൊന്നും ബൈബിളിൽ വരികയില്ല. ദാവീദിന്റെ കഥയല്ലത്. ദാവീദിനോട് തമ്പുരാൻ ഇടപെട്ട അസാധാരണ പ്രവൃത്തിയാണത്. സ്റ്റോറി അല്ല ബൈബിളിൽ. ഇനി ഞാനോ അല്ലെ മറ്റൊരു ദൈവാസനോ നിങ്ങളോ ആൺപ്രസച്ചാനോ ഒക്കെ പ്രസംഗിച്ച് കേട്ട് നിങ്ങൾക്ക് അതിലൊരു മടുപ്പ് ഒരു പക്ഷേ തോന്നിയേക്കാം. എന്റെ പ്രസംഗമോ ദിവാസം പറയാം, അത് സമ്മതിക്കാം. അത് സമ്മതിക്കാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. സ്ഥിരം ഒരു കാര്യമൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് അപാകത വന്ന് കാണും. പക്ഷേ കഥയാണിതെന്ന് പറഞ്ഞ് കാണാൻ പാടില്ല. കാരണം ദാവീദ് എന്ന മനുഷ്യനെ കുറിച്ച് എന്തിനാ കൂടുതൽ പറയുന്നത്? അദ്ദേഹം അത്രയും കോൺട്രിബ്യൂഷൻ സമൂഹത്തിൽ കൊടുത്തോണ്ടാണ്. എന്തുകൊണ്ടാണ് മറ്റൊരാൾ അതിൽ വരാത്തത്? സങ്കീർത്തനം വായിക്കുമ്പോൾ അതിലെ മേജർ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെയാണ്. അപ്പൊ അത് ആ മനുഷ്യൻ ഉണ്ടാക്കിയ സ്വാധീനം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിലൂടെ വലിയ പ്രവൃത്തി. ഞാൻ എപ്പോഴും അദ്ദേഹത്തെ ഓർക്കുമ്പോൾ, ഈ ദാവീദ് സന്ദർഭവശാൽ ഓർത്തട്ടോ, ദാവീദ് എന്നൊരു മനുഷ്യനെ ഓർക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ കാണാൻ പറ്റിയ വലിയ ആഴത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നാഥാൻ വന്ന് ഒരു കാര്യം ഈ മനുഷ്യനോട് പറയുക, അതും ഇഷ്ടപ്പെടാത്തൊരു കാര്യം. നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം മറ്റൊരു ആളിനോട് പറയണം. എത്രമാത്രം അതിനുവേണ്ടി എന്തെല്ലാം മുൻകരുതുകൾ എടുത്താ പറയുന്നത്. ശരി, ഒരു പാശ്ചാത്യ ബോധമുള്ള ആളുകൾ, ഇപ്പം അമേരിക്കയിലായിരിക്കുന്ന ദൈവജനത്തിന് കുറെ കൂടെ അക്കാര്യത്തിൽ അറിയാം. മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലൊക്കെ പറയുന്ന പോലെ അത്രയും ഒരു ഹാർഷായിട്ടൊന്നും പറയില്ല, ഹരാസ് ചെയ്യുന്ന വിധത്തിലൊന്നും പറയില്ല. വളരെ സൗമ്യരായി ആ തെറ്റായ ഒരു കാര്യം ഒരാളെ കുറിച്ച് പറയാൻ, കൺവിൻസ് ചെയ്യിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് ഒത്തിരി സൈക്കോളജിക്കലായ വഴികൾ ഉപയോഗിച്ചാണ്. പക്ഷെ അത്രയൊന്നും നാഥാൻ ചുരുങ്ങുന്നില്ല. നാഥാൻ വന്നിട്ട് വളരെ ഗൗരവത്തിലാണ്. അല്ലെങ്കിൽ നാഥാൻ എങ്ങനെയായിരുന്നു പറയേണ്ടത് ദാവീദിനോട്? ബഹുമാനപ്പെട്ട രാജാവേ, തിരുമനസ്സേ, നമ്മുടെ ദാനിയേൽ പറയുന്നതൊക്കെ പറയണം. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അങ്ങേക്ക് തെറ്റിദ്ധാരണയൊന്നും തോന്നരുത്. ഒരു ചെറിയ പ്രശ്നം അങ്ങേപ്പറ്റി പറയാനുണ്ട്, അങ്ങ് തിരുത്തണം. അതിനുവേണ്ടിയാ, അല്ലെ അങ്ങോട്ട് പിണക്കമൊന്നും ഉണ്ടായിട്ടല്ല. നമ്മൾ അതിനകത്ത് എന്തെല്ലാം വളം വെച്ചാണ് സംസാരിക്കുന്നത്. നാഥാൻ ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറൊന്നുമില്ല. നാഥാൻ ചെന്നിട്ട് വളരെ കൃത്യമായിട്ട് ആദ്യം കഥ പറയുന്ന പോലെ തുടങ്ങിയിട്ട് അവസാനം താനാണ് ആ മനുഷ്യൻ. മനസ്സിലായില്ലേ? ഇങ്ങനെയാ ചോദിക്കുന്നത്. ഇയാളാണോ മനുഷ്യൻ? ഒറ്റയടിയാണ്. ഇത് പറയുന്ന സമയത്ത് കയ്യിലിരിക്കുന്ന അധികാരം വെച്ച് ദാവീദിന് ഈ മനുഷ്യനെ അവിടെ വെച്ച് കൊല്ലാം, അവിടെ വെച്ച് തീർക്കാം. ഇനിയും ദാവീദ് വേറെ രീതിയിൽ ഇടപെടാം. അതെന്താണെന്നറിയണ്ടേ? നാഥാനോട് പറയാം, പാസ്റ്ററെ, ദേവാസനെ പറഞ്ഞെല്ലാം ശരിയാ, ഈ പറഞ്ഞത് നമ്മൾ രണ്ടും അല്ലാതെ ഇനി ഒരാളോട് അറിയാൻ പാടില്ല. ഞാൻ തിരുത്തിക്കൊള്ളാം, ഞാൻ തിരുത്തുകയും ചെയ്യാം. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അതിനെന്ത് വേണമെങ്കിലും ഇപ്പം ഞാൻ കുറെ സെറ്റിൽമെന്റ് വരുത്താം, അതിന് കോമ്പൻസേഷൻ കൊടുക്കണോ, ആ വീട്ടിൽ പൈസ കൊടുക്കണോ, അല്ലെ എന്ത് കൊടുക്കണം, അതിന് റെഡിയാണ്. പക്ഷെ നമ്മൾ ഒഴിച്ച് ഇത് പറയുന്നത് ഒരു തെറ്റുമല്ല. അത് അയാളുടെ മിനിമം ആവശ്യമാണ്. അയാളുടെ ആവശ്യത്തെ ദൈവം എതിർക്കുന്ന ആവശ്യമല്ലത്. അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റൊരാൾ എൻ്റെ തെറ്ററിയാതെ ഞാൻ സ്വയം തിരുത്താനുള്ള അവസരമാണ് ദൈവം തരുന്നത്. ദൈവത്തിൻ്റെയും പദ്ധതി അതാണ്. അദ്ദേഹത്തിന് അതും പറയാം. പക്ഷെ അതെന്തിനാ ഈ ദിനവൃത്താന്തത്തിൽ വന്നേ? എന്തിനാ അത് രാജാക്കന്മാരിൽ വന്നേ? എന്തിനാ നമുക്കത് പറയാൻ പറ്റുന്നറിയണ്ടേ? ദാവീദ് അനുവദിച്ചു. ദാവീദ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെന്ന് സമൂഹം അറിഞ്ഞോട്ടെ. അത് രേഖകളിൽ കിടക്കട്ടെ. നീ ഇവിടെ വന്ന കാര്യവും നിന്റെ കൃതികളിലും എല്ലാം കിടക്കട്ടെ. അത് രേഖയെന്ന് മാറ്റാനൊന്നും പറയുന്നില്ല. അങ്ങനെ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ,
മറഞ്ഞിരിക്കുന്ന പാവങ്ങളെ പോക്കി ഇനി ഉണ്ടെങ്കിൽ എന്നോട് പറയണേ, സ്വമേധാ പാവങ്ങളെ അകറ്റി എനിക്ക് പൂർണ്ണനാകണം, എനിക്കല്ലാതെ വേറെ കാര്യമില്ല, എനിക്ക് പൂർണ്ണനാകണം. ആ മനസ്സിന്റെ ആ വലിയൊരു ലോങ്ങിങ്, ഒരു ആസ്പിറേഷൻ, അത് ഉള്ളൊരു വലിയ മനുഷ്യനില്ലേ. പിന്നീട് അദ്ദേഹത്തിൽ കാണുന്ന ഒത്തിരി മഹത്വമുണ്ട്, ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പൊ മനുഷ്യന്റെ അത്തരത്തിലുള്ള ചില അസാധാരണ സ്വഭാവങ്ങൾ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. അപ്പോ നമ്മൾ പലപ്പോഴും ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തെറ്റായ വഴികളിലൂടെ മാത്രമാണ് നോക്കിക്കാണുന്നത്. നമുക്കതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൽ നമ്മൾ ഈ തെറ്റിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ കരുത്തനാകുന്ന ഒരു മനുഷ്യനെ കാണാം. ആ കരുത്തില് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നോട് ചോദിച്ചാൽ, തന്റെ തെറ്റിനെ തന്നിലേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, പക്ഷെ തെറ്റ് ചെയ്ത ഞാൻ തകരാതെ ഇന്ന് നിലനിൽക്കുന്നത് എന്റെ തിരിച്ചുവരവിന്റെ സമർപ്പണം, ഒപ്പം തന്നെ എന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന കൃപയുടെ ആഴം, ഇവ രണ്ടുമാണ് ദാവീദ് എന്ന മനുഷ്യന്റെ സന്ദേശം. ഇന്ന് നമുക്ക് തുടങ്ങേണ്ടത് എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിലൂടെയാണ്. നമുക്ക് പരിചയമുള്ള ഒരു വചനമാണ്, അത് ഹിസ്റ്റോറിക്കലാണ്. എസ്ര 1 മുതൽ 4 വരെ. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർശ്യ രാജാവായ കോരസിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർശ്യ രാജാവായ കോരസിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തതെന്തെന്നാൽ, പാർശ്യ രാജാവായ കോരസ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ അവൻ ഒരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരുശലേമിക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരുശലേമിലെ ദൈവം. മതി. വളരെ അനുഗ്രഹീതമായ ഈ ദൈവജനത്തിനായി ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മുടെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ കാണാം, നിരവധി വിഷയങ്ങളും കാണാം. വലിയ ചിന്തകളുടെ ഒരു സമാഹാരമാണ് ഈ ആമുഖവാക്യം. കേട്ടപ്പോൾ ഇതിൽ ചരിത്ര പ്രസക്തമായ ചില കാര്യങ്ങളാണ് പറയുന്നതെന്ന് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നും. പക്ഷേ തിരുവെഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രം എന്ന് പറയുന്നത് ഇന്നലകളുടെ പ്രവചനമായിരുന്നു. കഴിഞ്ഞ നാളുകളിലെ പ്രവചനമാണ് ഇന്ന് ചരിത്രമായി നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ക്രെഡിബിലിറ്റി, അതായത് പ്രവചനം ചരിത്രമായി മാറുന്ന ആ സ്ഥിരത, ആ ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ ആ ആധികാരികത, അതുള്ള ഒറ്റ കൃതി വിശുദ്ധ തിരുവെഴുത്താണ്. അങ്ങനെ വേറൊരു കൃതിയും ലോകത്തില്ല, വേറെ ഒന്നുമില്ല. മറ്റാരും പറഞ്ഞ ഒരു കാര്യം അത് സാധിച്ചിട്ട് അതിനെ കുറിച്ചുള്ള ഒരു ചർച്ച പോലും ലോകത്ത് നടക്കുന്നില്ല. അത് തിരുവെഴുത്ത് മാത്രമാണ്. അപ്പോഴ് വേദപുസ്തകത്തിന്റെ വിശ്വസനീയതയുടെ ഒരു വലിയ തെളിവ്, നമുക്ക് ഒത്തിരി തെളിവുകൾ എടുക്കാം. എന്തുകൊണ്ട് ബൈബിള് ദൈവവചനമായിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ പറയേണ്ട ഒരു കാര്യം, അത് ഉയർത്തിയ പ്രവചനമാണ്. ആ പ്രവചനങ്ങൾ ചരിത്രത്തിൽ നിറവേറുന്നു എന്നതാണ്. അപ്പൊ ചരിത്രം, ഹിസ്റ്ററി ആൻഡ് പ്രോവസി, അവ പാരലായി വരികയും ഈ പ്രോവസി വന്ന് ചരിത്രത്തിലേക്ക് സ്പർശിക്കുകയും അവ ചരിത്രത്തെ പിന്നെ മുമ്പോട്ട് നയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഒരിടത്തൊരു പ്രവാചകൻ പ്രവചിക്കുന്നു, അപ്പൊ ലോകത്തിന്റെ ചരിത്രം അതിന് പാരലായി സഞ്ചരിക്കുന്നു. കുറെ കഴിയുമ്പോൾ ഈ പ്രവചനം നിവർത്തിക്കുമ്പോൾ പിന്നെ പ്രവചനം എന്നൊന്നില്ല, അത് ചരിത്രമായി മാറുന്നു. അപ്പൊ പ്രവചനങ്ങൾ ഇന്നലെ പ്രവചിച്ചവ ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. അങ്ങനെ ചരിത്രം അതിന്റെ ശക്തിയോടെ, കാരണം ചരിത്ര സൃഷ്ടി ദൈവത്തിന്റെയാണ്, ഹിസ്റ്റോറിയാണ് ചരിത്രം. അപ്പോ ആ ചരിത്രത്തിന്റെ പ്രത്യേകത, സംഭവങ്ങൾ, പ്രവചനങ്ങൾ, പ്രഡിക്ഷൻസ്, പ്രോവസീസ്, ഫോർട്ടോൾഡ് ചെയ്യുന്ന സംഭവങ്ങൾ, അവ വന്നിട്ട് ഹിസ്റ്ററിയിലേക്ക് ലയിക്കുന്നു. അപ്പോൾ ഇന്നലെ പ്രവചിച്ചവ പിന്നെ പിൽക്കാലത്തിന്റെ ചരിത്രമാകും. അപ്പൊ നമുക്ക് തിരുവെഴുത്തിൽ ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കാണാം. ദാനിയേൽ പ്രവചനം എടുത്താൽ തന്നെ കാണുന്നത്, അവിടെ ഇപ്പോൾ വായിച്ച വേദഭാഗത്തിന്റെ ചില നിരീക്ഷണങ്ങൾ അവിടെ കാണുന്നുണ്ട്. അത് ദാനിയേൽ പ്രവചിക്കുന്നു, ആ പ്രവചനം കോരേശിന്റെ ജീവിതത്തിലൂടെ സംഭവിക്കുന്നു, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഒടുക്കം അദ്ദേഹം തനിക്ക് ശേഷം വരാനിരിക്കുന്ന രാജാക്കന്മാരുടെ പേര് പ്രവചിക്കുന്നു, അവരുടെ പ്രവൃത്തിയെപ്പറ്റി പ്രവചിക്കുന്നു, അല്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പ്രവചിക്കുന്നു. അത് നിറവേറിക്കഴിയുമ്പോഴേക്ക് അത് ചരിത്രമായി മാറി. പിന്നെ അവിടെ പ്രോവസി എന്ന നിലയിലല്ല അതിന്റെ മുന്നോട്ടുള്ള വരവ്, പ്രോവസി ചരിത്രത്തിന് വഴിമാറുന്നു. അടുത്ത ഘട്ടം കാണുന്നത് മഹാനായ അലക്സാണ്ടറുടെ ചരിത്രം ദാനിയേൽ പ്രവചിക്കുന്നത് 300 കൊല്ലം മുമ്പാണ്. അത് യാഥാർത്ഥ്യമായി തീരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത് യേശുവിന്റെ ജനനത്തെ പറ്റിയാണ്. 700 കൊല്ലം കഴിഞ്ഞിട്ട് സമ്മതിക്കുന്നു.
ഇതേ കാര്യം അദ്ദേഹത്തിന്റെ യേശുവിന്റെ മരണം കൂടി പ്രവാചകൻ ദർശിക്കുന്നു. അതും 700, 750, 730 കൊല്ലം കഴിഞ്ഞ് സംഭവിക്കുന്നു. അപ്പൊ സംഭവിച്ചു കഴിയുമ്പോൾ അത് ചരിത്രമാകും. അത്തരത്തിലെ ഒരു ചരിത്ര വസ്തുതയാണ് ഇന്ന് കേൾക്കുന്നത്. അപ്പോൾ ചരിത്രമാണ് എന്നതുകൊണ്ട് അതിൽ മുഷിയേണ്ടതില്ല. കാരണം ഈ ചരിത്രം കേവലം ഇന്ത്യയിൽ നടന്ന ഒരു സ്വാതന്ത്ര്യ സമരം പോലെയോ അമേരിക്കൻ ഐക്യനാടുകളിൽ നടന്ന ഒരു റിഫോർമേഷൻ പോലെയോ ഇംഗ്ലണ്ടിൽ നടന്ന റിഫോർമേഷൻ പോലെയോ ഉള്ള ഒരു കാര്യമല്ല. കാരണം ഇതൊന്നും ഫോർട്ടോൾഡ് അല്ല, പ്രെഡിക്റ്റഡ് അല്ല. അതൊക്കെ സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ്. സാഹചര്യത്തിന്റെ ഒരു സൃഷ്ടിയാണ് റിഫോർമേഷൻ, സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ് സ്വാതന്ത്ര്യ സമരങ്ങൾ. പക്ഷേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ സാഹചര്യത്തിന്റെ സൃഷ്ടിയല്ല, പ്രീ പ്ലാൻഡ് ആണ്. ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചവ സംഭവിക്കുന്നു എന്നതാണ് ബൈബിളിന്റെ വിശ്വസനീയതയുടെ ഒരു കാരണം. ഇനി നിരവധി കാരണങ്ങളുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വചനത്തിലൂടെയാണ്. 2 ദിനവൃത്താന്തത്തിന്റെ അവസാന ഭാഗം, അതായത് 36ന്റെ 22 ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് തീരുന്നത്. ഇത് തന്നെയാണ്, അവ രണ്ടും ഒരുപോലെയാണ് വരുന്നത്. കാരണം ദിനവൃത്താന്തം തീരുന്ന ഇടത്ത് നിന്ന് നമുക്ക് എസ്രയുടെ പുസ്തകം തുടങ്ങിയാണ്. ഇനി നമുക്ക് എസ്രയിലേക്കൊന്ന് വരാം. ഈ എസ്ര എന്ന മനുഷ്യനെ പറ്റി പറയുമ്പോഴൊക്കെ കൂടെ ശാസ്ത്രി എന്നൊരു പേരുടെ ചേർത്താണ് നമ്മൾ പറയുന്നത്, എസ്ര ശാസ്ത്രി. അപ്പോ എസ്ര ശാസ്ത്രി എന്ന് വിളിക്കുന്ന ആ ആളിന്റെ അദ്ദേഹത്തെ പറ്റി കൂടി ഒന്ന് പഠിക്കാം. ഈ എസ്ര വലിയൊരു ന്യായപ്രമാണ നിപുണനായിരുന്നു, അതിൽ പണ്ഡിതനായിരുന്നു, അതേപ്പറ്റി വലിയ ഗ്രാഹ്യമുള്ള ഒരാളായിരുന്നു. അപ്പോ ഈ എസ്ര ശാസ്ത്രി എന്ന വ്യക്തിയെ പറ്റി പറയുമ്പോൾ ശാസ്ത്രി എന്ന ഒരു പ്രയോഗം നമുക്കെല്ലാം പരിചയമുണ്ട്. വാസ്തവത്തിൽ ഒരു ശാസ്ത്രി എന്ന് പറയുന്നത് വലിയ അധ്വാനമുള്ള ഒരു തൊഴിൽ മേഖലയാണ്, ഒരു എന്താ പറയുക, വൈജ്ഞാനിക മേഖലയാണ്. ഇയാൾ ന്യായപ്രമാണത്തിൽ ആധികാരികമായി പഠനം നടത്തുക മാത്രമല്ല ചെയ്യുന്നത്. ഇവർ ലൈസൻസ് ഉള്ള ആളുകളാണ്. ലൈസൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ബൈബിൾ അന്ന് കോപ്പി എഴുതുകയാണ്. കോപ്പി എഴുതുന്ന ഒരു ശീലമാണല്ലോ നമുക്കറിയാം. കോപ്പി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് പ്രിന്റ് മീഡിയ ഇല്ലാത്ത കാലത്ത് കൈയെഴുത്താണല്ലോ. അപ്പൊ ഈ കൈയെഴുത്തെന്ന് പറയുമ്പോഴേ നമ്മൾ ഇന്ന് എഴുതുന്ന പോലെ ലാഘവത്വമുള്ള എഴുത്തൊന്നുമല്ല. ഇത്തരം പേപ്പറോ സംവിധാനങ്ങളോ ഇല്ല. ഞാൻ ഓർക്കാറുണ്ട് പലപ്പോഴും ഒരു പുതുനിയമം എഴുതി തീരണമെങ്കിൽ 500 ആടുകളെ കൊല്ലണം, എങ്കിലേ ഒരു പുതുനിയമം ഉണ്ടാവുള്ളൂ. 500 ആടുകളെ കൊന്ന് അതിന്റെ തോലെടുക്കണം. അപ്പോ ഒരു ബൈബിള് സ്വന്തമാക്കണമെങ്കിൽ 500 ആടിനെ മേടിക്കാൻ കെൽപ്പുള്ള ആളുകൾക്കൊക്കെ ഒരു ബൈബിള് സ്വന്തമാക്കാനായിട്ട് പറ്റും. KP വരാനൊക്കെ പറ്റിയെങ്കിലായി, നമുക്കൊക്കെ പറ്റത്തില്ല. അതാ കാര്യം. വലിയ വലിയ മനുഷ്യർക്കൊക്കെ ഒരു പൊതുനിയമം സ്വന്തമാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോ പണ്ട് കാലത്ത് നമുക്ക് പ്രിന്റ് ചെയ്തത് പോലും കിട്ടാൻ പാടാണ്. ഞാൻ ഓർക്കുന്നു KN ജോസഫ് അച്ചാൻ പ്രസംഗിക്കുന്നത്, നമ്മുടെ ബഹുമാനപ്പെട്ട IPCയുടെ മുൻ പ്രസിഡന്റ്, ഈ ബൈബിള് സുറിയാനി ബൈബിള് കേരളത്തിൽ എത്തുന്ന കാലത്തോരണം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. അത് കിട്ടാൻ വലിയ പാടാണ്. ഇത് കാണാൻ ആളുകളൊക്കെ വീട്ടിലെത്തുമായിരുന്നാണ്. അത്രയും പഴയ ബൈബിൾ എന്താണെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാനും, എന്നിട്ട് ഇത് ആ നാട്ടുകാരൊക്കെ വന്ന് അതിലൊന്ന് തൊട്ടിട്ട് പോവാണ്. കൈയെല്ലാം കഴുകി ശുദ്ധരായി വന്നൊന്ന് തൊട്ടിട്ട് പോവാണ്, കാരണം അത്ര ആദരവോടെ. അപ്പോ അങ്ങനെ വിലയുള്ളൊരു കാലം ഉണ്ടായിരുന്നു, ഭൗതിക വില കൂടിയുള്ളൊരു കാലം. അപ്പൊ ഇന്നത് ജനകീയമായിട്ടുണ്ട്. അത് നല്ല കാര്യം, ജനകീയമാകണമല്ലോ. അപ്പൊ ഏതായാലും ഇത് ആടുകളുടെ തോലില് അത് വേറൊരു കാര്യം. ഇത് ചുമ്മാ പോകുന്ന ഒരാളിനെ പിടിച്ച് അതിന്റെ തോലെടുക്കുമെന്നല്ല, അതിനുവേണ്ടി വളർത്തുന്ന ആടുകളാണ്. ആ ഭക്തി നിമിത്തം അതിനുവേണ്ടി വളർത്തുന്ന ആടുകൾ, അത്തരം ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തുന്ന ആടുകൾ. അല്ലെ കുറെ ആടിനെയൊക്കെ വിലയ്ക്ക് മേടിച്ച് അല്ല, ഞാൻ എവിടെയോ പറഞ്ഞു ഇത് ആടുകളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ തോല് എഴുതാൻ ഉപയോഗിച്ചു. ചില ആളുകളുടെ വിചാരം ഈ മൃഗത്തിന്റെ തോലിലായിരുന്നു ആദ്യകാലത്ത് ബൈബിൾ എഴുതുന്ന വിചാരിച്ച് പുറത്തു നമ്മൾ ഈ കൊല്ലാൻ കൊണ്ടുപോകുന്ന കന്നാലിയുടെ ഒക്കെ പുറത്ത് ഈ ഡേറ്റ് എഴുതുമല്ലോ. ഇവിടെ അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പോ ഈ സ്ഥലമൊക്കെ എഴുതിയിടും. അതായത് ചങ്ങനാശ്ശേരി നാളെ 12 മണിക്കെന്നൊക്കെ കാണും. എന്താ 12 മണിക്ക് വരെ ചങ്ങനാശ്ശേരി ഇട്ട് തട്ടുമെന്നാണ് ഈ കാണിച്ചേക്കുന്നത്. അതെന്ന് പറഞ്ഞ പോലെ ഈ മൃഗങ്ങളുടെ തോലിൽ എഴുതുമെന്ന് പറഞ്ഞാൽ ആളുകളുടെ വിചാരം ഈ കന്നുകാലിയെ പിടിച്ചെടുത്തിട്ട് മത്തായിയുടെ സുവിശേഷം ഒരു കന്നുകാലിയുടെ ദേഹത്ത് എഴുതി, മർക്കോസിന്റെ സുവിശേഷം വേറൊരു കന്നുകാലിയുടെ ദേഹത്ത് എഴുതി. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കും മത്തായിയുടെ സുവിശേഷം എന്ത് ചെയ്യും? അതെ, അവൻ അവിടെ തിന്നുന്നുണ്ട്, അവനെ വിളിക്കും. അത് കഴിഞ്ഞ് മർക്കോസിനെ വിളിക്കും. അപ്പൊ വേറൊരു കന്നാലി വരും. ഇങ്ങനല്ല. അപ്പൊ മറിച്ച് ഇതിനെ കൊന്ന് ഇതിന്റെ തോല് കൃത്യമായ അനുപാതത്തിൽ എടുത്ത് കട്ട് ചെയ്തിട്ട് അതിലാണ് എഴുതുന്നത്. അപ്പൊ എഴുതാൻ 17ഓളം നിയമങ്ങൾ, ചിലപ്പോൾ 20-ൽ പരം നിയമങ്ങൾ, ഉപനിയമങ്ങൾ വേറെ എല്ലാം പാലിച്ചെങ്കിലേ ഈ എഴുത്ത് നടക്കുള്ളൂ. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഇത് എഴുതാൻ വേണ്ടി വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് വന്നിരിക്കുന്ന ഒരാളാണ് ഈ ശാസ്ത്രി. ഇയാൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇയാളുടെ മുമ്പിൽ ഒരു കോപ്പി വേണം, ഒരു പുസ്തകത്തിന്റെ കോപ്പി വേണം, ഒറിജിനൽ വേണം. അപ്പൊ അതിൽ നോക്കിയേ എഴുതാവുള്ളൂ. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ തൊട്ടു മുമ്പിൽ ഇരിക്കുന്ന ആ കോപ്പി നോക്കി എഴുതണം. എഴുതാൻ പ്രത്യേകം തയ്യാറാക്കിയ കറുത്ത നിറമുള്ള മഷിയിലേ എഴുതാൻ പാടുള്ളൂ. അതിനുള്ളിൽ ഈ മഷി ഏതെങ്കിലും വിധത്തിൽ ലീക്കായിട്ട് അതിൽ സ്പ്രെഡ് ചെയ്യാനോ അതിൽ ഏതെങ്കിലും ഈ എഴുത്തുമായി ബന്ധപ്പെട്ടല്ലാതെ ഒരു കുത്തോ കോമയോ വീഴാൻ പാടില്ല. അതിൽ എന്തെങ്കിലും ഒരു അടയാളം വീഴാൻ പാടില്ല.
ഇനി അക്ഷരങ്ങൾ മുട്ടിമുട്ടി കിടക്കാൻ പാടില്ല. അക്ഷരം ഒന്നിൽ നിന്ന് മാറി 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 ഒരു തലനാരിഴയുടെയെങ്കിലും അകലം പാലിച്ച് ഒരക്ഷരം എഴുതാൻ പാടുള്ളൂ. ഇനി അടുത്തൊരു നിബന്ധന എന്ന് പറയുന്നത് ഒരു വരിയിലേക്ക് എഴുതേണ്ട അക്ഷരങ്ങളുടെ എണ്ണത്തിൽ കൊണ്ട് ചില നിയമങ്ങളുണ്ട്. ചിലപ്പോൾ അത് 13 അക്ഷരത്തിൽ കൂടുതൽ ഇങ്ങോട്ടാകരുത്. ചിലപ്പോൾ അത് 16 വരെയൊക്കെ അനുവദിച്ചിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ ഷീറ്റിന്റെ അളവനുസരിച്ച്. താഴേക്ക് എഴുതിയാൽ 30 അക്ഷരങ്ങളിൽ കൂടുതൽ വരരുത്. ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. ഖണ്ഡികകൾ തമ്മിലും നല്ല അകലം വേണം. ഇനി ഇത് എഴുതുന്ന വേളയിൽ എഴുതിക്കൊണ്ടിരിക്കെ മഹാരാജാവ് അതിലേക്ക് വന്നു എന്നിരിക്കട്ടെ. എഴുതുന്ന സമയത്ത് മഹാരാജാവ് വന്നാൽ അഭിവാദ്യം ചെയ്യുകയോ പ്രത്യഭിവാദ്യം ചെയ്യുകയോ അഭിവാദ്യം സ്വീകരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അയാൾ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാനും പാടില്ല. അതിന്റെ കാരണം ഈ വന്നതൊരു രാജാവാണ്, പക്ഷേ താൻ ചെയ്യുന്നത് മഹാരാജാവിന്റെ പ്രവൃത്തിയാകയാൽ ആ മഹാരാജാവായ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ, സാധാരണ ഒരാൾ രാജാവ് വന്നാൽ എഴുന്നേക്കാൻ പോലും പാടില്ല, മൈൻഡ് ചെയ്യാനേ പാടില്ല. അപ്പം അവിടെ തന്നെ ഇരുന്നാണ് ഇത് എഴുതുന്നത്. എന്നിട്ട് അയാൾക്ക് മനപ്പാഠം അറിയാവുന്ന കാര്യം കാണും. ഉദാഹരണം, നമുക്കിപ്പോ സങ്കീർത്തനം 91 അതിന്റെ 1-ാം വാക്യം മനപ്പാഠം അറിയാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴൽക്കീഴിൽ പാർക്കുക എന്നൊക്കെ പറയാ. ഇപ്പൊ നമ്മുടെ വചനം വായിക്കുന്ന സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവരെ ഈ വചനം വായിക്കുന്ന ആളുകൾ ഇത് കുടുംബമായിട്ട് കൊട്ടേഷൻ എടുത്തോലെ നമ്മൾ ഇവിടെ വന്നിരുന്ന് വായിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വായിക്കുന്ന വേളയിൽ ഇവർക്ക് പലതും മനപ്പാഠം അറിയാം. അപ്പം 91 സങ്കീർത്തനം എഴുതാൻ പറഞ്ഞാൽ ശാസ്ത്രിയാണ് നമ്മുടെ ഈ അച്ഛനെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. 91 മനപ്പാഠം അറിയാമല്ലോ എന്ന് ഓർത്ത് മനപ്പാഠം എഴുതാൻ പാടില്ല. മനപ്പാഠം ഓർക്കുന്ന ഓർമ്മയെന്ന് എഴുതാൻ പാടില്ല. മറിച്ച് ഇതിങ്ങനെ എഴുതിയിരിക്കുന്ന ഭാഗം യഹോവ അല്ലെങ്കിൽ അത്യുന്നതന്റെ എന്ന് എഴുതിയിട്ട് ആ അത്യുന്നതന്റെ എന്നങ്ങോട്ട് നോക്കുക, മോസ്റ്റ് ഹൈ എന്നൊക്കെ എഴുതുക. അങ്ങനെ തന്നെ എഴുതുന്നത് ഏൽ ഏലിയോൺ, അങ്ങനെ ഹീബ്രു കിടക്കുന്നത്. അപ്പൊ ഏൽ ഏലിയോൺ എന്ന് ഇതിൽ നോക്കി ഉറപ്പാക്കി അക്ഷരത്തിന്റെ എണ്ണം കറക്റ്റ് ആണോ അകലം കറക്റ്റ് ആണോ എന്ന് ഉറപ്പാക്കിയിട്ട് എഴുതാവും. മനപ്പാഠം അറിയേണ്ട കാര്യമില്ല. ടെസ്റ്റ് ആണ് ആധാരം, ഓർമ്മയാകരുത് ആധാരം. ഇങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്നേ എഴുതാവുള്ളൂ. ഈ നിയമം വല്ലതും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഈ പുസ്തകം തന്നെക്കാൾ അധികാരമുള്ള അല്ലെങ്കിൽ തന്നെക്കാൾ സീനിയോറിറ്റി ഉള്ള മറ്റൊരു ശാസ്ത്രിയുടെ പക്കലേക്ക് സൂപ്പർവിഷന് കൊടുക്കുകയാണ്. അപ്പൊ ഈ ശാസ്ത്രിയുടെ കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. 30 വയസ്സിൽ താഴെയുള്ളവര് ആള് എത്ര അറിവുണ്ടെങ്കിലും ശാസ്ത്രിയാക്കൂല. 30 വയസ്സ് മിനിമം വേണം. അപ്പോ പക്വത ഉണ്ടായിരിക്കണം എന്നതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ നമുക്കിപ്പോ ഇനി 30 വയസ്സ് കഴിഞ്ഞാലും 60 വയസ്സ് കഴിഞ്ഞാലും പക്വത വരണം എന്ന് നിർബന്ധമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ നിബന്ധന 30 വയസ്സാണ്. അപ്പം ഈ 30 വയസ്സിലും മീതെ പ്രായം ഉണ്ടായിരിക്കണം. ഇദ്ദേഹം ഇതിങ്ങനെ എഴുതിയുമ്പോൾ സൂപ്പർവൈസ് ചെയ്യാൻ ചെയ്യലിരുന്ന കുറെ കൂടെ സീനിയർ ആയ ഒരു ശാസ്ത്രി കാണും. അപ്പൊ ഈ ശാസ്ത്രി നോക്കി ഇത് ഉറപ്പാക്കണം. അപ്പൊ ആ ശാസ്ത്രിയുടെ ചുമതല ഇത് ശരിയാണോ എന്ന് നോക്കലല്ല, മറിച്ച് ഇതിൽ തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ്. ഇത് ശരിയാണോ എന്നല്ല നോക്കണ്ട, ഇതില് നിബന്ധന തെറ്റിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ്. ആ തെറ്റ് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയാണ് ആ സീനിയർ ശാസ്ത്രിയുടെ കഴിവെങ്കിൽ അയാൾ മറ്റൊരാൾ കൂടി കൊടുക്കണം. ഇത് അയാളുടെ ശ്രദ്ധ ഇത് ശരിയാണോ എന്ന് നോക്കുക. അപ്പൊ ഒരാൾ തെറ്റാണോ നോക്കണം, ഒരാൾ ശരിയാണോ നോക്കണം. തെറ്റുണ്ടോ എന്നും ഇത് പൂർണ്ണമായി ശരിയാണോ നോക്കണം. അതായത് ഒരു പ്രവൃത്തിയുടെ ഓപ്പോസിറ്റ് പ്രവൃത്തി രണ്ടിന്റെയും റിസൾട്ട് ഒന്നായിരിക്കും. എന്നിട്ട് ഇതിൽ തെറ്റ് കണ്ടെത്തി, തെറ്റ് മേജർ മിസ്റ്റേക്ക് എന്നോ മൈനർ മിസ്റ്റേക്ക് എന്നോ ഒരു മിസ്റ്റേക്ക് ഇല്ല, മിസ്റ്റേക്കേ ഉള്ളൂ. മിസ്റ്റേക്ക് എത്ര ചെറുതാണെങ്കിലും അത് സ്വീകരിക്കാൻ പാടില്ല. എന്നിട്ട് ഇതിങ്ങനെ ക്രോസ് ചെയ്ത് 2 വരയിട്ട് അസാധുവായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈ അസാധുവാക്കിയ വസ്തു കളയാൻ പാടില്ല, അത് അവിടേക്ക് ഇടാൻ പാടില്ല. ഇത് കൊണ്ടുവന്നിട്ട് സിനഗോഗിനുള്ളില് ഗനീസ എന്നറിയപ്പെടുന്ന ഒരു അൽമാര കാണും, ഗനീസ. അപ്പൊ ഈ ഗനീസ എന്ന് പറയുന്ന അൽമാരയ്ക്കുള്ളിൽ ഇത് കൊണ്ട് നിക്ഷേപിക്കണം. കൊടുക്കുക. ഈ ഗനീസ നിറയും. ഗനീസ നിറഞ്ഞു കഴിയുമ്പോൾ പ്രത്യേക ആചാരങ്ങളോടെ ഇത് കൊണ്ടുവന്നിട്ട് ശവം സംസ്കരിക്കുന്ന രീതിയിൽ സംസ്കരിക്കണം. ശവം സംസ്കരിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സമയമാരഥമെന്ന് പാടുകയോ ബണ്ണും കാപ്പിയും കൊടുക്കണമെന്നൊന്നുമില്ല. അതല്ല ഉദ്ദേശിച്ചേ. ശവം സംസ്കരിക്കുന്ന രീതി അവിടെ സ്നാക്സ് ഒക്കെ കൊടുത്തിട്ട് ഉച്ചത്തിൽ നിലവിളിക്കണമെന്നൊന്നുമില്ല. മറിച്ച് ഈ സാധനം കൊണ്ടുവന്നിട്ട് തിരിച്ച് എടുക്കാനാവാത്ത വിധം കുഴിച്ചിടണം. അത് തിരിച്ചെടുക്കാനാവാത്ത വിധത്തിൽ ആഴത്തിൽ കുഴിച്ചിടണം. ഇനി അതിനല്ല താല്പര്യമെങ്കിൽ ഇത് കത്തിച്ച് കളയണം. കത്തിക്കുമ്പോൾ അതിനകത്തെ ഒരു പാർട്സ്, ഒരു പേപ്പർ ഷീറ്റും അല്ലെങ്കിൽ ഒരു അക്ഷരം പോലും തെളിഞ്ഞു കാണാൻ പാടില്ലാത്ത വിധം, തിരിച്ചെടുക്കാനാവാത്ത വിധം കത്തിച്ച് കളയണം. ഈ നിയമമെല്ലാം പാലിക്കുന്ന ഒരു ലൈസൻസിയായ ഒരു എഴുത്തുകാരനെയാണ് ശാസ്ത്രി എന്ന് വിളിക്കുന്നത്. അപ്പൊ ശാസ്ത്രി ആകുക നിസ്സാരമല്ല. യസ്ര ഒരു ശാസ്ത്രിയായിരുന്നു. അപ്പൊ ശാസ്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ യോഗ്യത ഒന്ന് ആലോചിച്ചാൽ, അതാണ്ട് പുതുനിയമത്തിൽ നമ്മൾ പൗലൂസിനെ വിളിക്കുന്ന, അല്ലെ പൗലോസ് എന്ന മനുഷ്യൻ പുതുനിയമത്തിൽ ചെയ്ത സേവനം എത്ര വലുതാണ്. നമുക്ക് 14 ലേഖനങ്ങൾ, 13 അല്ലെങ്കിൽ 14 ലേഖനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത പൗലോസിനെ പോലെ യസ്ര എന്ന മനുഷ്യൻ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ബ്രെയിനാണ്.
അല്ലെ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഹൃദയമാണെന്ന് പറയാം. എന്താ കാര്യം എന്നറിയണ്ടേ? ഇദ്ദേഹത്തിന് അധികം പുസ്തകം ഇതിനകത്തില്ല, അദ്ദേഹത്തിന് അധികം കൃതികളൊന്നും അതിൽ എടുത്തിട്ടില്ല. എസ്രായുടെ പുസ്തകമാണ് നമ്മുടെ മുമ്പിലുള്ളത്, ബാക്കിയൊക്കെ അനുമാനങ്ങളാണ്. പക്ഷേ അവിടെ ചരിത്രം സൃഷ്ടിക്കുന്നതിൽ എസ്രാ വഹിച്ച പങ്ക് വളരെയാണ്. കാരണം ഈ എസ്രയാണ് തിരുവെഴുത്തിനെ ക്രോഡീകരിക്കുന്നത്. നമുക്ക് ഇന്ന് കിട്ടുന്ന തരത്തിലേക്ക് BC 500-കളിൽ ഈ പുസ്തകം തയ്യാറാക്കി നമ്മുടെ പക്കലേക്ക് തരുന്നത് ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ക്രോഡീകരണം അദ്ദേഹത്തിന്റെയാണ്. മാത്രമല്ല ഈ പലയിടങ്ങളിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കളുടെ ജീവചരിത്രങ്ങൾ രേഖപ്പെടുത്തുക, ആ വംശാവലി പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ഇസ്രായേലിന്റെ ഒരു ചരിത്ര നിർമ്മിതിയെ ഓർഡറിലാക്കുന്ന ആ വർക്ക് അദ്ദേഹമാണ് ചെയ്യുന്നത്. അപ്പോ ഇതിലെ ഒരു കാര്യം കാണേണ്ടത്, എസ്ര എന്ന മനുഷ്യന്റെ ജോലി സത്യത്തിൽ ബൈബിളിന്റെ കോപ്പി എഴുതുക എന്നത് മാത്രമാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് ആണല്ലോ അന്ന് ബൈബിളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കോപ്പി എടുക്കുക. ആ കോപ്പി എടുക്കുന്ന ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനിലൂടെ ദൈവം ചെയ്യുന്ന അസാധാരണ പ്രവൃത്തി. അപ്പൊ നമ്മൾ ആ മനുഷ്യനെ കൊണ്ട് ഒരു ചരിത്ര നിർമ്മിതിക്ക് ഉപയോഗിക്കുക. വില്യം കേറി എന്താണ് ഇന്ത്യയിൽ വന്നത്? അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് എത്തുന്ന 1793 അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര തിരിച്ചു വരുന്നു. ഇന്ത്യയിൽ വന്നിട്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെയുള്ള സംഘപരിവാർ സഹോദരങ്ങളൊക്കെ പറയാറുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് ബൈബിൾ ഇവിടെ എല്ലാം വിതരണം ചെയ്യാൻ തയ്യാറായി എന്നൊക്കെ പറയാറുണ്ട്. തെറ്റായ ഒരു ചരിത്രമാണ്. സത്യത്തിൽ ഈ ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ ഈ സുവിശേഷം പറയുന്നതിന് എതിരായിരുന്നു ഇന്ത്യയിൽ. അവരതിനകത്ത് താല്പര്യം എടുത്തില്ല. അപ്പോ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എതിരായിരുന്നു തന്നെ ഞാൻ പറയും. കാരണം ഈ വില്യം കേറി വന്നിട്ട് നമ്മുടെ പശ്ചിമ ബംഗാളിൽ ലേക്കുള്ള യാത്ര അതിനുവേണ്ടി വരികയാണ്. ആ സമയത്ത് ഈ വില്യം കേരിയുടെ വിസ തടഞ്ഞു എന്നാണ്. 3 മാസം കഴിഞ്ഞ വില്യം കേരിക്ക് ഈ കപ്പലിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയേ. കാരണം സുവിശേഷം എന്താ ഈ ലക്ഷ്യം എന്താന്ന് ചോദിച്ചു. ബിസിനസ് ആണേ ഓക്കെ, ഇതിവിടുന്ന് ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ വിട്ട ആൾക്കാരാണ് ഈ അന്നത്തെ ഇംഗ്ലണ്ടുകാർ. അത് എടുത്തില്ല. അദ്ദേഹം പിന്നെ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിയാണ് ഇന്ത്യയിൽ വിസ സംഘടിപ്പിച്ച് ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് ഫോർട്ട് വില്യംസ് കോളേജിൽ, അതിന്റെ ബംഗാളിലെ ഫോർട്ട് വില്യംസ് കോളേജിലേക്ക് അദ്ദേഹം ചാപ്പലിൽ വരികയാണ്. ആ ചാപ്ലൈനെ ഒന്ന് കാണാൻ. ചാപ്ലൈന്റെ ജോലി നമുക്കറിയാമല്ലോ. ആ ചാപ്ലൈനെ കാണാൻ വേണ്ടി വന്ന് അദ്ദേഹം ചാപ്ലൈന് സംസാരിക്കാൻ അവസരം കിട്ടി. ചോദിച്ചു, നിങ്ങൾ എന്തിനു വന്നതാണ്? അപ്പൊ പറഞ്ഞു, ഞാൻ ബംഗാളി ഭാഷയിൽ ബൈബിൾ വിവർത്തനം ചെയ്യാനും ആത്മാക്കളെ നേടാനും ഒക്കെ വന്നതാണ്. ഇവാഞ്ചലിസമാണ് ലക്ഷ്യം. അപ്പോഴേ ഈ ചാപ്ലൈൻ അദ്ദേഹത്തെ ഇറക്കി വിട്ടു. സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു. ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഉള്ള ക്രൈസ്തവർ ഒന്നിച്ചുകൂടി ഞങ്ങൾ ഇങ്ങനെ പോവാണല്ല, പുതിയ ക്രിസ്ത്യാനിയെ ഇവിടെ സൃഷ്ടിക്കുക എന്ന് അർത്ഥമില്ല. ഇന്ത്യയൊന്നും ഒരു ആവശ്യമില്ല. ബിസിനസ് ആണെങ്കിലും ഒക്കെ അതിന് കൈതരാം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിൽ ദുഃഖിതനായൊന്നുമില്ല. അദ്ദേഹം അതിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് പ്രവേശിച്ചു. ഞാൻ പറഞ്ഞത് ആ നിരുത്സാഹങ്ങളുടെ നടുവിലാണ് ഒരു ചെരുപ്പൂത്തിയായ മനുഷ്യനെ കൊണ്ട് ഇന്ത്യയിൽ ഒരു കലാലയം തുടങ്ങാൻ ഉള്ള അവസരം ഉണ്ടായത്. ഞാൻ ഓർക്കുന്നു 1993 അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ബഹുമാനനായ ഡോക്ടർ ശങ്കർദയാൽ ശർമ്മ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഞാൻ ഒരു വിധത്തിൽ ആ തപാൽ സ്റ്റാമ്പ് സംഘടിപ്പിച്ചായിരുന്നു. അത് ഈ ബുക്കിനൊക്കെ ഇടയോ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ 93 നടത്തുന്നത്. അത് എവിടെ അതിപ്പോ കണ്ടുപിടിക്കാൻ വയ്യ. ആ തപാൽ സ്റ്റാമ്പിന്റെ പ്രത്യേകത, അത് വില്യം കേരിയുടെ ചിത്രമാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയിൽ ഇറക്കിയൊരു പോസ്റ്റൽ സ്റ്റാമ്പിൽ വില്യം കേരിയുടെ ചിത്രമാണ്. 200 കൊല്ലം കഴിഞ്ഞ് സെനറ്റോ സിറാംപൂർ പ്രവർത്തനങ്ങളുടെ 200 കൊല്ലത്തിന്റെ ആ കാലഘട്ടം അതിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത വിദ്യാഭ്യാസത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു തപാൽ സ്റ്റാമ്പ് ഇന്ത്യയുടെ രാഷ്ട്രപതി പുറത്തിറക്കേണ്ടി വന്നു. അപ്പൊ ഈ അന്ന് വില്യം കേരി ചെയ്ത പ്രവൃത്തി ആരും കാണുന്നില്ല, അതിന് വലിയ ശ്രദ്ധ കൊടുത്തില്ല. പക്ഷെ കാലമേറെ കഴിഞ്ഞപ്പോൾ ആ പ്രവൃത്തി ചരിത്രത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ ദൈവത്തിനായി ചെയ്യുന്ന ചില പ്രവൃത്തികൾ, ഈ സ്റ്റാമ്പ് ഇറക്കുന്നതിൽ വലിയ കാര്യമില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷെ കാലമേറെ കഴിഞ്ഞ് ഒരു ജാതീയ ചക്രവർത്തി എന്നോ ജാതീയ രാജാവെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഭരണാധികാരി അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ നാവിലൂടെ പ്രശംസാവചനങ്ങൾ പുറത്തു വന്ന് ഒരു സുവിശേഷകനെ പറ്റി പറയുമ്പോൾ വില്യം കേരി എന്ന ചെരുപ്പ് കുത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ ഇന്ത്യയിലേക്ക് സുവിശേഷം പറയാൻ വരുമ്പോൾ അദ്ദേഹം അറിഞ്ഞില്ല തന്റെ പ്രവൃത്തിയുടെ റിസൾട്ട് താൻ മരിച്ച് കാലങ്ങൾ കഴിഞ്ഞാലും അതിന്റെ അനുരണനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ട്. നമ്മൾ ഇന്ന് അവിടെ ലോകത്തിന്റെ പലയിടങ്ങളിൽ വന്നിരുന്ന ഈ ക്ലാസ്സുകൾക്കാണ്. ഇവിടെ ഇരുന്ന് മാത്രമല്ല, ഇതിന് ശേഷം നമ്മുടെ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കണം, നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ചരിത്രത്തിൽ അഭൂതപൂർവമായ സ്വാധീനം ഉളവാക്കും. നമ്മൾ അറിയാത്ത റിസൾട്ട് അത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മരിച്ചാലും അതിന്റെ ആ തരംഗങ്ങൾ ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ അർത്ഥവത്തായ ചിലതിനെ ചെയ്യാൻ പാകത്തിന് നമ്മൾ സജ്ജരാവുകയാണ് വേണ്ടത്. നമ്മൾ അതിനുവേണ്ടി സമർപ്പിതരാവുകയാണ് വേണ്ടത്. ദൈവം സഹായിക്കട്ടെ. അപ്പൊ നമുക്ക് ഇനി ഈ വിഷയത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് കിടക്കാം. കിടക്കുന്നത് ഇരമ്യ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന്. നമുക്ക് ആദ്യം അവിടെ മുതലേ തുടങ്ങണം. ഇതൊരു വിശാല വിഷയമാണല്ലോ. ഇരമ്യ എന്നൊരു പ്രവാചകനിലേക്ക് വരാം. അപ്പൊ അനാഥോത്തിലെ പ്രവാചകനായ അവിടെ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹം
അമ്മയുടെ ഉദരത്തിൽ വെച്ച് പ്രവാചക ദൈവം വിളിച്ചു വേർതിരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ മനുഷ്യൻ ബാല്യത്തിലെ പ്രവാചകനായി. ഞാൻ മുമ്പ് പറഞ്ഞു, ഇസ്രയേലിൽ ഒരു സിസ്റ്റം ഉള്ളത്, ഒരു പൊതുപ്രസംഗകനെയോ അല്ലെങ്കിൽ ഒരു പൊതുവിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യന് 30 വയസ്സ് പ്രായം വേണം, അല്ലെ അവർ അംഗീകരിക്കില്ല. റബി എന്നൊക്കെ വിളിക്കണേ 30 വയസ്സ് പ്രായം വേണം. അത് നിർബന്ധം അവിടെ. കൊച്ചുകുട്ടികളെയൊന്നും ആ വിധത്തിൽ അവരത് അംഗീകരിക്കില്ല, അതിന് താഴോട്ട് പ്രായമുള്ളവരെ. അപ്പൊ ഈ ബാല്യത്തിൽ തന്നെ, കൗമാര പ്രായത്തിൽ തന്നെ നമ്മുടെ ഇരമ്യാവ് പ്രവാചകനായി. അപ്പൊ ഇരമ്യാവിന് ആ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശൈലി നമ്മളൊന്ന് കാണേണ്ടതാണ്. ഞാൻ പറയാറുണ്ട്, ഈ നാഥാന്റെ ശൈലി നമ്മൾ കണ്ടു. അവിടെ കോംപ്രമൈസ് ഒന്നും ഇല്ലാത്ത ഒരു ഗർജനമാണ് നാഥാൻ. അവിടുന്ന് കുറെ കൂടെ കടന്നിട്ട് ഗർജനം കൊണ്ടോ വിരൽ ചൂണ്ടുന്ന കൊണ്ടോ ഒതുങ്ങാത്ത പ്രവാചകനാണ് നമ്മുടെ ഏലിയാവ്. ഏലിയാവ് ആ വെട്ടൊന്ന് മുറി 2 എന്നുള്ളൊരു സങ്കല്പമാണ്. ഒരു കോംപ്രമൈസും ഇല്ല അദ്ദേഹം. യെശയ്യാവാണെങ്കിൽ വളരെ ഗൗരവക്കാരനായ ഒരു മനുഷ്യനാണ്. ദാനിയേൽ എന്നാൽ നേരെ തിരിച്ച് നമ്മൾ പറയാറുണ്ട്, അദ്ദേഹം വളരെ സൗമ്യശീലനാണ്. തൻ്റെ അറിവും ആ പാണ്ഡിത്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സമഭാവനയോടെ സംസാരിക്കുന്ന ആളാണ് നമ്മുടെ ദാനിയേൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇരമ്യാവെ ഓർക്കണം. ഇരമ്യാവ് പ്രവചിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? ഇപ്പൊ ഞാനൊക്കെ ഞാൻ പ്രവചിച്ചിട്ടില്ല. ഞാനൊക്കെ പ്രവചിച്ചാൽ പ്രവചനം കഴിഞ്ഞാൽ, അല്ലെ ഇന്നൊരാൾ പ്രവചിച്ച പ്രവചനം കഴിഞ്ഞാൽ നല്ല നിലയിൽ അദ്ദേഹത്തിന് വേണ്ട ഭൗതിക നന്മകളൊക്കെ നമ്മൾ കൊടുക്കും. അങ്ങനെയാണ്. അദ്ദേഹം അതിന് അർഹതപ്പെട്ട ആളാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പ്രവാചക ശുശ്രൂഷയുള്ളവരെ ചെറുതായി കണ്ടതല്ല. അപ്പൊ പ്രവാചക ശുശ്രൂഷയുണ്ട്, അദ്ദേഹത്തെ നമ്മൾ സ്വീകരിച്ചു, ബഹുമാനിച്ചു. അവിശ്വാസികൾ പോലും ഈ പ്രവാചക ശുശ്രൂഷയുള്ളവരെ ബഹുമാനിക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. അപ്പൊ അതിലൊരു വിഷയം, നമ്മളിൽ പലരും ഈ പരസ്യമായിട്ട് പ്രവാചകനെ എതിർക്കുമെങ്കിലും രഹസ്യമായിട്ട് വിളിച്ചു പറയും, അച്ഛാ എനിക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്, പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ മനുഷ്യരുണ്ട്. പരസ്യമായിട്ട് പറയും പ്രവാചകന്മാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരതിലേ പോയി ഇതിലേ പോയി, അത് ശരിയല്ല ഇതിലേന്നൊക്കെ പറഞ്ഞാലും പ്രതിസന്ധി വരുമ്പോഴേക്ക് ആകപ്പാടെ രാത്രി 12 മണിക്ക് വിളിച്ചുണർത്തിയിട്ട് പറയും ഇങ്ങനെ പ്രയാസത്തിലായി, ഇവിടെ വരെ ഒന്ന് വരണം. ഇതൊക്കെയാണ് മനുഷ്യൻ അങ്ങനെയാണ്. അപ്പോ അതിനുശേഷം അവരെ ആദരിക്കും, ഭൗതികമായിട്ട് ആദരിക്കും. ഇതൊരു സത്യമാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കാണണ്ടേ, ഈ യിരെമ്യാവ് പ്രവചിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കൂലി കിട്ടാറില്ല, യിരെമ്യാവ് പ്രവചിച്ചു കഴിഞ്ഞാൽ പണം കിട്ടാറില്ല. ഇതൊന്നും വേണ്ട, പകരം കിട്ടുന്ന നല്ല അടിയാണ്. അടിയെന്ന് പറഞ്ഞാൽ മറ്റു പ്രവാചകന്മാർ വന്ന് അടിക്കുന്നു, പിന്നെ രാജ്യം ഭരിക്കുന്ന രാജാവ് അടിക്കുന്നു, സ്ഥിരം അടി. അപ്പൊ ശുശ്രൂഷ കഴിയുമ്പോൾ ഓരോ അടി. നമുക്ക് ശുശ്രൂഷ കഴിയുമ്പോൾ ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കാപ്പിയോ അല്ലെങ്കിൽ ഊണോ കിട്ടുന്ന പോലെ യിരെമ്യാവിൽ ഇത് കഴിയുമ്പോഴറിയോ ഒരു അടി ഉള്ളതാണെന്നാ നേരത്തെ മേടിച്ചുകൊണ്ട് പോകാമെന്നോർത്ത് അങ്ങനെ നിൽക്കുന്ന ശീലമാണ്. സ്ഥിരം അടി അല്ലെങ്കിൽ പിടിച്ച് ജയിലിലിടുക, അതിക്രൂരമായ പീഡ. അപ്പൊ ഇത് കുറെ കഴിയുമ്പോൾ മനുഷ്യൻ അങ്ങ് മടുത്തു പോവാണ്. കാരണം ഇതൊരു കുട്ടിയല്ലേ, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ പ്രസംഗിച്ചിട്ട് കിട്ടിയിരിക്കുന്ന അടി, തല്ല്, പീഡ, ജയില്, പരിഹാസം. ഇനി അതെല്ലാം പോട്ടെ, ദൈവത്തിന്റെ സൈഡിൽ നിന്ന് കിട്ടിയേക്കുന്ന കേട്ടാ അതിലും രസാവകമാണ്. അപ്പൊ ദൈവം എന്താ പറയേണ്ടത്? മോനെ പോട്ടെ, അങ്ങനെയൊക്കെയാ ജീവിതം, അങ്ങനെയൊക്കെയാ, നിനക്കൊരു നല്ല കാലം വരും, നീ കുറെ നാളൊക്കെ ഇങ്ങനെ അനുഭവിച്ചാൽ മതി. ഇതൊന്നും ദൈവം പറയുന്നില്ലെന്ന്. ദൈവം അവനോട് പറയാണ്, നീ പകല് നിന്റെ ഭാണ്ഡമെല്ലാം തോളിലേറ്റിയിട്ട് യെരൂശലേമിന്റെ മതിൽ തുറന്നിട്ട് അതിന്റെ ഇടവഴി പോകണം. ബാക്കി മനുഷ്യരെല്ലാം ഈ ഹൈവേ കൂടെ പോവാണ്, അല്ലെങ്കിൽ തുറന്നു കിടക്കുന്ന വിശാലമായ ഗേറ്റിലൂടെ പോവാണ്. അപ്പൊ നീ ഒരാൾ മാത്രം ഇതിന്റെ ഇടവഴി ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ മതിൽ തുറന്നിട്ട് അതുവഴി ഭാണ്ഡവും കൊണ്ട് പോകണം. അത് മറ്റുള്ള മനുഷ്യർ കാണുക പോകണം. രാവിലെ പോകണം, നീ അലഞ്ഞു തിരിഞ്ഞ് വന്നിട്ട് വൈകിട്ട് ഇതുവഴി തന്നെ കയറണം, തിരിച്ചു ഇതുപോലെ തന്നെ നീ ചെയ്യണം. അപ്പോ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുക. അപ്പൊ ഇദ്ദേഹം ഇത് ചെയ്യുമ്പോൾ നാട്ടുകാരൻ പറയുന്നത്, ഇത്രയും വിശാല വഴി കിടക്കുമ്പോൾ തേണ്ട ഒരുത്തം മതിലിന്റെ വഴി ഇങ്ങനെ കയറി പോകുന്നു, തിരിച്ചിതിലേ വരുന്നു, ഇങ്ങനെ പരിഹസിക്കപ്പെടുക. അപ്പൊ പ്രവാചകൻ പരിഹസിക്കപ്പെടുന്നു, പ്രവാചകൻ ആക്രമിക്കപ്പെടുന്നു, പ്രവാചകൻ ഒരു വിധത്തിൽ ഒരിടത്തു നിന്നും യാതൊരു പരിഗണനയും ഇല്ലാതെ പോകുന്നു. ആ അനുഭവത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ പോവാണ്. അപ്പൊ ഒടുക്ക അടി, ജയില്, പീഡ. ആ പീഡകൾ എല്ലാം യാഥാർത്ഥ്യമായപ്പോ അദ്ദേഹത്തിന് മടുപ്പായിട്ട് കൊടുത്ത് ഞാൻ ഇനി ശുശ്രൂഷയ്ക്കില്ല. കാരണം ഒരു അഭിനന്ദന വാക്ക് ആരും പറയാനില്ല. ഇത്രയും കഠിനാധ്വാനം ചെയ്യുക, നന്നായി എന്ന് പറയാൻ ഒരാളുമില്ല. അപ്പൊ ഞാനിവിടെ ഇതിലൂടെ മനസ്സിലാക്കുകയാണ്, എൻ്റെ ഒരു ഭാവനയാണ്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മളും ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഒരു അഭിനന്ദനം പറയാൻ ആരുമില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ ഇതിന്റെ ഒരു ഗുണം പറയാം. യിരെമ്യാവിന് പിന്നീട് ഈ അഭിനന്ദനം കേട്ടാലും അതിൽ മടുപ്പാണ്. കാരണം നമ്മളും അഭിനന്ദനം കേൾക്കുമ്പോഴും നമുക്ക് ആഗ്രഹം നമ്മൾ ആ അളവോളം എത്തുന്നില്ല എന്നൊരു ബോധത്തിലേക്കാണ് പിന്നെ എത്തേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ പേര് സ്വാഗതം പറഞ്ഞപ്പോൾ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ പരാതിപ്പെടുന്നവരായി നമ്മൾ മാറും. കൃതജ്ഞത പറഞ്ഞപ്പോൾ നമ്മുടെ പേര് ഒഴിവായിപ്പോയല്ലോ എന്ന് ഓർത്ത് നമുക്ക് ദുഃഖം വരും. അത് വരാതിരിക്കാൻ ഈ അഭിനന്ദനം എന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അയാൾ എന്നെ പ്രകീർത്തിക്കുന്നില്ല എന്നൊരു കാര്യം പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ നോക്കിക്കാണണം. വില്യം ഒരു പൊതുയോഗത്തിൽ ചെല്ലുമ്പോൾ ഈ രാജ്യത്തിൽ സംസ്കൃത പണ്ഡിതന്മാരായ ആളുകൾ നടത്തിയിരുന്ന സ്കൂളുകളുണ്ട്. അപ്പോൾ ആ സ്കൂളുകളുടെ മുഴുവൻ അസോസിയേഷൻ അത് കൂടിയിട്ട്
ഒരു പൊതുയോഗം നടക്കുകയാണ്. അവിടെ ഇന്ത്യക്കാർ നടത്തുന്ന ആ അസോസിയേഷനിലേക്ക് സ്കൂൾ നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ വില്യംകേരിയെ ക്ഷണിച്ചു. വില്യംകേരി വരുമ്പോൾ ഒരു ബ്രാഹ്മൺ സ്കൂൾ നടത്തുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ഇംഗ്ലീഷ് സ്കൂളുകളോട് വലിയ അറപ്പാണ്. ഇംഗ്ലീഷ് സ്കൂളുകൾ എന്തോ നിലവാരം കുറഞ്ഞ സംഗതിയായിട്ട് അദ്ദേഹത്തിന് തോന്നി. അത് സംസ്കൃതം പഠിക്കാനുള്ള ഒരാളുടെ കഴിവാണെന്ന് ഇന്ത്യക്കാരൻ പാണ്ഡിത്യമായി കരുതിയത്. സംസ്കൃത സ്കൂളിലാണെന്നറിഞ്ഞാൽ ആളിന് വലിയ ഡിമാൻഡാണ്. ഇംഗ്ലീഷ് സ്കൂളുകൾക്ക് പേരും വിലയൊന്നും വന്നില്ല. അത് ഇതിനകത്ത് കാര്യമൊന്നുമില്ലെന്നാണ് പറയുന്നത്. കാരണം ഇംഗ്ലീഷ് പഠിക്കുന്നത് ശിവായി ആകാനാ, ബ്രിട്ടീഷുകാരന്റെ ശിവായി ആകാനാ, സംസ്കൃതം പഠിക്കുന്ന പണ്ഡിതനാകാനാ, വേദമോദാനാ ഈ ഒരു ധാരണയുള്ള കാലമാണ്. അപ്പൊ ഇംഗ്ലീഷ് സ്കൂൾ നടത്തുന്നു. വില്യംകേരിയെ സ്വാഭാവികമായിട്ട് ക്ഷണിച്ചത് സ്കൂളുകളുടെ അസോസിയേഷന്റെ ഒരുമിച്ചുള്ള യോഗത്തിലാണ്. അന്ന് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അധ്യക്ഷൻ പേര് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വില്യംകേരി എന്ന് വിളിച്ചു പറയുകയാണ്, വിദേശിയായ ഒരു പാതിരി ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹം അവിടെ ചെരുപ്പ് കച്ചവടക്കാരനാണ്, ഇവിടെ അദ്ദേഹം വന്നൊരു സ്കൂൾ തുടങ്ങി, അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാം. അപ്പൊ വില്യംകേരി എന്ന മനുഷ്യൻ വന്നിട്ട് സംസാരിക്കുന്നത് അധ്യക്ഷൻ ഒരു തെറ്റ് തിരുത്തിക്കൊണ്ടാണ്. അദ്ദേഹം പറയാണ്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഒരു തെറ്റെന്നെ പറ്റി പറഞ്ഞു, ഞാൻ ചെരുപ്പ് വിൽക്കുന്ന ഒരാളൊന്നും അല്ല, ഞാൻ പഴയ ചെരുപ്പ് തുന്നി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്, പഴയ ചെരുപ്പ് തുന്നി അങ്ങനെ ഉപജീവനം കഴിക്കുന്ന ഒരു മനുഷ്യനാണ്, അല്ലാതെ ഞാൻ ചെരുപ്പ് കച്ചവടം ചെയ്യുന്ന ഒരാളല്ല, അത് തെറ്റാണ്, പഴയ ചെരുപ്പുകൾ തുന്നുന്നതാണ് എൻ്റെ കുലത്തൊഴിൽ. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. പക്ഷേ കാലമേറെ കഴിഞ്ഞപ്പോൾ ഈ സംസ്കൃത സ്കൂളുകൾ എവിടെ പോയി? സംസ്കൃത ഭാഷയ്ക്ക് എന്ത് പറ്റി? സംസ്കൃത ഭാഷയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇത്രേ ഉള്ളൂ, സംസ്കൃത ഭാഷയ്ക്ക് പറ്റിയത് സമ്പ്രതി വാർത്താ സുയന്തം. അപ്പോഴേ നമ്മൾ എന്നിട്ട് കഴുത്ത് പിടിച്ച് ഞെരിക്കും, പണി തീർന്നു, ഇത്രേ ഉള്ളൂ. സംസ്കൃതം ഇവിടെ കൊണ്ട് തീർന്നു. നമ്മൾ രാവിലെ റേഡിയോ കേൾക്കും സമ്പ്രതി വാർത്താ സുയന്തം, ഇത്രയും കേൾക്കുമ്പോഴേക്കും ഒരു തിരിയാ. കാരണം അതിവിടെ വേണ്ട. കാരണം ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് ആ സാധനം തുടച്ചു നീക്കപ്പെട്ടു, ഭാഷ മരിച്ചുപോയി, സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്നു. അപ്പോഴാണ് ഇന്ന് ആളുകൾ ക്യൂ നിന്ന് ഇംഗ്ലീഷ് സ്കൂളുകളിൽ ചേരാൻ പണിപ്പെടുകയാണ്, ക്യൂ നിന്നിട്ട് അതിൽ അഡ്മിഷൻ എടുക്കുകയാണ്. അപ്പൊ കേരി സ്ഥാപിച്ച ആ ചിന്തയ്ക്ക് അന്ന് പ്രാധാന്യം കിട്ടിയില്ല. പക്ഷേ ഒരു 50 കൊല്ലം വേണ്ടി വന്നില്ല ഈ മറ്റേ ചിന്തകളെല്ലാം പൊളിഞ്ഞു പോകാൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്ന് കേരിക്ക് അഭിനന്ദനം കിട്ടിയില്ല, അന്ന് കേരിക്ക് സ്വീകാര്യത കിട്ടിയില്ല. ചൗരന്മാരെ, ദൈവാസന്മാരെ, ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊരു പാട്ട് അത് പ്രശംസിക്കാൻ പറ്റുന്നില്ല. ചില മനുഷ്യർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരാളൊരു നന്മ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പാട്ട് നല്ലത് കേട്ടാൽ, അല്ലെങ്കിൽ ഒരാൾ നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്താൽ അതിനെ പ്രശംസിക്കാനുള്ളൊരു മനസ്സ് പലപ്പോഴും മനുഷ്യർക്കുണ്ടാവില്ല. അപ്പോ പക്ഷെങ്കിൽ അവരത് അർഹിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. പക്ഷെ കിട്ടുന്നില്ല എന്നോർത്ത് വേദനിക്കാൻ പാടില്ല എന്നുള്ളതാണ് യിരെമ്യാവിന്റെ ജീവിതം. യിരെമ്യാവിനെ ആരും അഭിനന്ദിക്കുന്നില്ല. അഭിനന്ദനം ഇല്ലെന്ന് മാത്രമല്ല, ആക്രമണം ശക്തിപ്പെടുക, ഒടുക്കം ജയിലിൽ വിടുക. ജയിലിൽ കൊണ്ടിടുമ്പോ അതൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് ചിന്തിക്കുകയാണ്, ഇനി ഞാൻ പ്രവചിക്കുന്നില്ല, പ്രവചിക്കാതിരുന്നാൽ അതാ എനിക്ക് നല്ലത്. കാരണം ഞാൻ പ്രവചിച്ചിട്ട് നല്ലാണ് കിട്ടുന്നത്, എൻ്റെ ശരീരം ആരും എനിക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രവചിക്കാതിരുന്നപ്പോൾ സംഭവിക്കുന്നത് ശരീരത്തിൽ അസ്ഥി ഉരുകുന്നു എന്നുള്ളതാണ്. തന്നിലേക്ക് ഈ ആലോചനയുടെ പ്രസരണം ഇങ്ങോട്ട് വരും. ദൈവീക ചിന്തകളുടെ ആഴം തൻ്റെ ശരീരത്തിലേക്ക് വന്ന് ഇങ്ങനെ തന്നിലേക്ക് വ്യാപിക്കും. പ്രവചിച്ചേ പറ്റൂ എന്ന് വരും, അതൊന്ന് പറഞ്ഞേ പറ്റൂ എന്ന് വരും. പക്ഷേ പറയുന്നില്ല. ഞാൻ മനഃപൂർവ്വം പറയാതെ ഒതുക്കി വെക്കുമ്പോഴേക്ക് എൻ്റെ ശരീരം എന്താണ് പറയുക, അത് അസ്ഥിക്ക് ഉരുക്കമാണ്. നിന്റെ വചനം എൻ്റെ അസ്ഥികളെ ഉരുക്കിക്കളയുന്നു, എൻ്റെ ശരീരത്തിൽ അത് തീ വ്യാപിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ പ്രവചിച്ചാൽ എനിക്കിട്ട് തല്ല്, ഞാൻ പ്രവചിച്ചില്ലെങ്കിൽ നീ എൻ്റെ അസ്ഥികളെ ഉരുകിക്കളയുന്നു, എൻ്റെ ശരീരത്തെ നീ കത്തിച്ചു കളയുന്നു. ഈ 2 സമ്മർദ്ദങ്ങൾക്കിടയിലൂടെ പ്രവാചകൻ പോയി ഒടുക്കം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അദ്ദേഹം വിധേയനായി കീഴടങ്ങി വീണ്ടും പ്രവചിക്കാൻ ഇറങ്ങിയാണ്. പ്രവചിക്കാൻ ഇറങ്ങിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഈ കുണ്ടറയിലിടുകയാണ്, ഇരുട്ടുകിണറ്റിലിടുകയാണ്. ആ ഇരുട്ടുകിണറ്റിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ ഒരു കാഴ്ച കാണുക. അന്ന് യെരൂശലേം തിരക്കുള്ള ഒരു നഗരമാണ്. കാളവണ്ടികളും കുതിരവണ്ടികളും ഒക്കെ പായുന്ന, കച്ചവടക്കാരും മറ്റു വ്യാപാരികൾ, തീർത്ഥാടകരും ഒക്കെ വരുന്ന ഒരു തിരക്കേറിയ പ്രാചീന നഗരം. പക്ഷേ ആ നഗരത്തെ പ്രവാചകൻ കണ്ടത് തിരക്കുള്ള നഗരമായിട്ടല്ല. തീ പിടിക്കുന്ന, തകർന്നു കിടക്കുന്ന, കല്ലുകൾ ചിതറിക്കിടക്കുന്ന, ആളുകൾ പ്രാണഭയത്തിൽ ഓടുന്ന, സ്ത്രീകൾ വിലപിക്കുന്ന, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടുന്ന സ്ത്രീകൾ വഴിയിൽ തട്ടി വീഴുന്ന, കുതിരകൾ വന്ന് അവയുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന, ആക്രമണത്തിന്റെ ചോര ചൊരിയുന്ന ഒരു സ്ഥലമായി ആ ഇരുട്ടുകിണറ്റിൽ കണ്ടുകൊണ്ട് എഴുതുന്ന പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. ഞാൻ പറഞ്ഞത്, ഇരുട്ടുകിണറ്റിനും അദ്ദേഹത്തിന്റെ പ്രവചനത്തെ തടയാൻ പറ്റിയില്ല. ഇരുട്ടുകിണറ്റിൽ കിടന്നുകൊണ്ട് നാളെ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുന്നൊരു കണ്ണ് ദൈവം തുറന്നു. ചുറ്റും ഇരുട്ടാണ്, പക്ഷേ ആരും കാണാത്ത, ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യം ആ കിണറ്റിൽ കിടന്നുകൊണ്ട് കണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, കണ്ണു തുറന്നു പിടിച്ച് ജെറുസലേമിലൂടെ നടന്നവൻ കാണാത്ത കാഴ്ച കണ്ണടയുന്ന ഈ സ്ഥലത്ത് വെച്ച് കാണിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അവിടുത്തെ അസാധാരണത്വം.
അപ്പോൾ പലരും Hallelujah. കാണാത്ത കാഴ്ച കാണാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. പലരും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ, പലരും അറിഞ്ഞിട്ടില്ലാത്ത അറിവുകൾ അത് മുൻകൂട്ടി തരുന്നവനാണ് ദൈവം. ആ സൂചനകളാണ് ദൈവജനത്തിന്റെ പ്രത്യേകത. അത് നാളെയുടെ ബൈബിൾ ആകുമെന്ന് ഇരമ്യ ഓർത്തില്ല. തന്റെ ഇരുട്ടുകിണറ്റിലെ ഈ അല്പനിമിഷങ്ങൾ ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രമേയമായി ആയിരത്താണ്ട് കഴിഞ്ഞിട്ട് മനുഷ്യരാശി മറക്കാത്തൊരു ചിന്തയ്ക്കാണ് ദൈവം എന്നെ കൊണ്ട് ഇവിടെ ഇട്ടിരിക്കുന്നത് എന്ന് അന്ന് പ്രവാചകൻ ഓർക്കുന്നില്ല. ഇനിയും എത്ര ലക്ഷം മനുഷ്യര് ഇത് പ്രസംഗിക്കാനിരിക്കുന്നു, എത്രയോ കോടികൾ ഇത് കേട്ടിട്ട് ആവേശപ്പെടാനിരിക്കുന്നു, എത്രയോ ആളുകൾക്ക് വിടുതൽ സംഭവിക്കാനിരിക്കുന്ന ഒരു വചനമാണിത്. ആ വചനം കൊടുക്കാൻ ദൈവം തന്റെ വൃത്തിനെ അയച്ചത് ഒരു ഇരുട്ടുകിണറ്റിലേക്കാണ്. എനിക്ക് നിങ്ങൾക്കും കുണ്ടറകൾക്കുള്ളിൽ ഇത്തരം ഒരു വാസം ദൈവം ചിലപ്പോൾ ഒരുക്കിയിട്ടുണ്ടാകാം. അത് കാണുമ്പോൾ അന്നത്തെ ലോകം പറയും നീ നിരാശൻ, നീ ഹതഭാഗ്യൻ. പക്ഷേ ഭക്തൻ പറയും അല്ല, ഇന്നത്തേക്കല്ല, ഇതൊരു ഡെപ്പോസിറ്റ് ആണ്. ചിലതരം വേദനകൾ ഒരു വലിയ നിക്ഷേപമാണ്, കാലമേറെ കഴിഞ്ഞ് തിരിച്ചു കിട്ടുന്ന വലിയ നിക്ഷേപങ്ങളാണ്. ചിലതരം ഭാരങ്ങൾ അങ്ങനെയാണ്, അതിന്റെ റിസൾട്ട് മറ്റൊരു നിലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഞാന് പല കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ. നമ്മൾ ഡെപ്പോസിറ്റ്, ഭൗതികം എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുടെ ഒരു വിനിയോഗം ചിന്തിച്ചു. നമ്മുടെ പല സഹോദരങ്ങളും വിദേശ രാജ്യങ്ങളിൽ, ഗൾഫിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ എടുക്കാം, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എടുക്കാം. അവിടെ പോയ ആളുകൾ പലരും അവിടെ തന്നെ തുടരുന്ന ഒരു രീതിയാണുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയല്ല. നമ്മുടെ മുസ്ലിം സഹോദരന്മാരൊക്കെ ഗൾഫ് രാജ്യങ്ങളിലാണ് കുടിയേറിയത്. ഗൾഫ് രാജ്യങ്ങളിൽ കുടിയേറിയിട്ട് അവിടെ പൗരത്വമില്ല, തിരിച്ച് നമ്മുടെ നാട്ടിൽ വരും. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച്, നിങ്ങളുടെ പിതാവ് പ്രാർത്ഥിച്ച്, പൂർവ്വപിതാവ് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി ഉണ്ടാക്കിയ ഒരു തുണ്ട് ഭൂമി കാണും. 1/2 ഏക്കറോ 1 ഏക്കറോ കാണും. അവിടെ ഒരു വീടും കാണും. ഈ വീട് വിൽക്കുകയാണ്. ഈ വീട് വിൽക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഇത് വാങ്ങാൻ ഉള്ള സാഹചര്യമാണ്. വിശ്വാസിയില്ല. കുമ്പനാടും പരിസര പ്രദേശങ്ങളിലും നൂറുകണക്കിന് വീടുകൾ അടഞ്ഞു കിടക്കുന്നു. ഒരു പിതാവോ മാതാവോ കാണോ, അടഞ്ഞവിടെ കിടക്കുകയാണ്. ഇതിവിടെ കിടക്കുന്നു. കാലക്രമേണ ഇത് അന്യ ആളുകൾ കൈവശമാക്കും. മുന്തിയൊരു വില കൊടുത്തത് വാങ്ങും. പക്ഷെ അവിടെ കുറെ കണ്ണീര് കിടപ്പുണ്ട്, അവിടെ കുറെ പ്രാർത്ഥന കിടപ്പുണ്ട്. അവിടെ അപ്പന്റെ അമ്മയുടെയും ഇല്ലായ്മ കാലത്തെ നിലവിളികളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കും എനിക്കും അതൊരു പ്രതിഫലമായി കിട്ടേണ്ടതാണ്. പക്ഷേ ആ അവകാശ ഭൂമി മറ്റൊരു തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നു. മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. കാരണം മക്കളില്ല, ഇവിടെ നിൽക്കാൻ ആരുമില്ല. ഉള്ളത് 2 മക്കളാണ്. ഇനിയുള്ളൊരു കാലത്ത് മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. മക്കളുടെ എണ്ണം കുറഞ്ഞത് നമ്മുടെ കേരളത്തിലെ അല്ലെ ഇന്ത്യ മഹാരാജ്യത്തിലെ ക്രൈസ്തവരുടെ ആ സർവൈവലിന് പ്രശ്നമായി തീർന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട കടകമ്പോളങ്ങൾ, തെരുവുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗ്രാമങ്ങളിലെ മനോഹര സ്ഥലങ്ങളൊക്കെ ക്രൈസ്തവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം മക്കളില്ല. നമ്മളെ ബഹുമാനരായ മുസ്ലിം സഹോദരന്മാരെ കണ്ടുപഠിക്കേണ്ട ഒരു രീതിയുണ്ട്. 4-5 മക്കളുണ്ട്. അതിൽ കുറെ പേര് വിദേശത്താണെങ്കിൽ കുറെ പേരെങ്കിലും ഇവിടെയുണ്ട്. ആ വിദേശത്ത് പോയവര് തങ്ങളുടെ സഹോദരനെ സഹായിച്ചിട്ട് നീ ബിസിനസ് നോക്കണം, നീ ഇവിടെ നോക്കണം എന്ന് പറഞ്ഞ് ഇവിടെ ആക്കിയിട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് 2 മക്കളാണുള്ളത്, അല്ലെ 3 മക്കളാണുള്ളത്. അവർക്ക് കൈകാര്യം ചെയ്യാൻ മറ്റ് സൗകര്യങ്ങളും സാഹചര്യങ്ങളുമാണുള്ളത്. ഇതിന്റെ നടുവില് കുറെ കഴിയുമ്പോൾ കേരളത്തിൽ ഒരു 10-15 വർഷത്തിനുള്ളിൽ നമ്മൾ നേരിടാൻ പോകുന്ന വലിയൊരു വിപത്തുണ്ട്. ആ വിപത്ത് ഈ ഇന്ത്യൻ സംവിധാനത്തിനുള്ളില് കാര്യങ്ങളെ നിർവഹിക്കത്തക്ക വിധം നമ്മുടെ കുടുംബത്തിൽ ആരുമില്ല. അപ്പനോ അമ്മയോ നിങ്ങളോ ഒക്കെ പ്രാർത്ഥിച്ചോ പണിയെടുത്തോ ഉണ്ടാക്കിയ ഒരു നന്മ ഇവിടെ സൂക്ഷിക്കാനുള്ള സൗകര്യമില്ല. പക്ഷേ ഭക്തൻ അപ്പോഴും ഓർക്കണം, ഇത് ഇസ്രായേൽ തന്റെ ഭൂമി, തന്റെ വേണ്ടപ്പെട്ട വസ്തുക്കളൊക്കെ ഒരാൾ കൈമാറ്റം ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ അത് കഴിവതും ചാർച്ചയിൽപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണ്. അവരും വാങ്ങാനില്ലെങ്കിൽ ആ ഗോത്രത്തിൽപ്പെട്ടവർക്ക് കൊടുക്കണം, അവരുമില്ലെങ്കിൽ മറ്റേ യഹൂദന് കൊടുക്കണം. എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോഴാണ് അവൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ കമ്മ്യൂണിറ്റി നിലനിൽക്കണം. അതിനുവേണ്ടിയാണ്. ഞാനൊരു വർഗീയത പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവർക്കും കൊടുക്കാനൊക്കെ ബാധ്യസ്ഥരായ മനുഷ്യരാണ്. മറിച്ച് അതിനകത്ത് ഇത്തരത്തിലൊരു വലിയ നഷ്ടം സംഭവിക്കുന്നു. ഇവിടെയാണ് ഇരമ്യാവ് എന്ന പ്രവാചകൻ ഇരുട്ടുകിണറ്റിൽ കിടന്ന് പ്രവചിച്ചത് കാലമേറെ കഴിഞ്ഞ് ഒരു റിസൾട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാഴ്ച കാണുന്നത്. ഇതിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. ഇരമ്യ പറഞ്ഞ ആ പ്രവചനം എന്താണെന്ന് അറിയട്ടെ. അദ്ദേഹം പകല് ഈ എല്ലാവരും കാണുകെ, വൈകാറായ വേളയിലും എല്ലാവരും കാണുകെ ഈ ഭിത്തി തുറന്നിട്ട് ഇതുവഴി പുറത്തു പോകുന്നു. അദ്ദേഹത്തിന്റെ ദൈനംദിന വ്യവഹാരങ്ങൾ കഴിഞ്ഞ് ഇതുവഴി തിരിച്ചു വരുന്നു. പക്ഷെ അധികം നാൾ കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഒരു സൈന്യം വന്നിട്ട് ഈ യെരുസലേമിനെ മുഴുവൻ ഇടിച്ച് ഞെരുക്കിയിട്ട് ഒരു കിളിവാതിലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പുറത്തു കിടക്കാനെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ ഞെരുങ്ങി കിട്ടിയ വഴികളിലൂടെ കടക്കുകയാണ്. ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടാക്കി കിടക്കുകയാണ്. യെരുസലേമിന് ചുറ്റും നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് പുറത്തു കിടക്കാനാവാത്ത വിധം അവരെ അതിനകത്തിട്ട് ഒതുക്കി, അതിനകത്തിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കിളിവാതിൽ കിട്ടിയിരുന്നെങ്കിൽ, ഒരു സുഷിരം കിട്ടിയിരുന്നെങ്കിൽ അതുവഴി ചാടിപ്പോകാമായിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം?
ആ ഞെരുക്കത്തിന്റെ ഇടവഴിയിലൂടെ ആ മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ട് കാണിച്ച് എന്താണെന്നറിയണ്ടേ? താമസം വിനാ നിങ്ങൾക്കൊരു ഞെരുക്കത്തിന്റെ കാലഘട്ടം വരുന്നു. നിങ്ങൾക്ക് ഇവിടം വിട്ട് പാലായനം ചെയ്യേണ്ട ഒരു കാലം വരുന്നു. ശത്രു പ്രബലനായി വന്ന് നിങ്ങളെ തകർക്കുന്ന ഒരു കാലം വരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മതിൽ മുഴുവൻ ഇടിച്ച് ഉന്മൂലനം ചെയ്തിട്ട് നാടും നഗരവും നശിപ്പിച്ച് ജനപൂർണമായ നഗരം ഏകാന്തയാക്കി തീർക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് കാലം പോകുന്നു. ഈ കാലം ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഇന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം, ഈ കാണിക്കുന്ന ഒരു സൂചനയാണ്. അതായത് മതിൽ തുറന്നിട്ട് അതിലൂടെ യാത്ര ചെയ്തു പോകുന്നത് ഒരു സൂചനയാണ്. ഇന്നൊരു കല്ല് മാറ്റിയപ്പോൾ ഒരു സുഷിരം പ്രത്യക്ഷമായി. നാളെ കല്ലുകളെല്ലാം എടുത്തു കളഞ്ഞിട്ട് മനുഷ്യൻ കുറെ പേര് ഇതിനകത്ത് മരിച്ചു വീഴും. കുറെ സ്ത്രീകൾ മരിക്കും, ചില പുരുഷന്മാർ മരിക്കും. ദാരുണമായ ആ മരണവും അനുബന്ധ കാര്യങ്ങളും ഒരു കാര്യം ഉറപ്പിക്കുന്നു: നിങ്ങൾക്ക് എൻ്റെ പ്രവചനത്തിന്റെ, അല്ലെങ്കിൽ രമ്യ പ്രവചിച്ച ആ പ്രവചനത്തിന്റെ പരിണിതി അനുഭവിക്കാൻ ഒരു അവസ്ഥാവിശേഷം ഇങ്ങനെ വരുമ്പോൾ മുൻകൂട്ടി അതിനെ ചെറുക്കാനുള്ള ആലോചനയാണ് തന്നത്. മുൻകൂട്ടി അതിനോട് എങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടത് എന്നതിന്റെ സൂചനയാണ് തന്നത്. അതിന് വിധേയരാകാതെ നിങ്ങൾ മാറി നിന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നാശം വരുന്നു. അങ്ങനെ യെരുശലേം തകരുന്ന ഒരു ചിത്രമാണ് ഈ കണ്ടത്. യെരുശലേം തകരുന്നു. യെരുശലേം തകർന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നെബൂഖദ്നേസർ പിടിക്കുക. നമ്മൾ ദാനിയേൽ പ്രവചനത്തിലൊക്കെ പറഞ്ഞാണ് ഈ യെരുശലേം നെബൂഖദ്നേസർ പിടിക്കുക. ഈ നെബൂഖദ്നേസർ പിടിക്കുന്ന ആ ഘട്ടം ഒന്നോർക്കുക. ഇത് പിടിച്ചു എന്ന് പറയുമ്പോൾ ദേവാലയം തകർത്തു, അതിന്റെ കല്ലുകളെല്ലാം പിഴുതെറിഞ്ഞു, അവിടുത്തെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ചു, പൊൻവെള്ളി പാത്രങ്ങൾ, ദേവാലയത്തിലെ നിലവിളക്ക്, ഇതെല്ലാം കൊള്ളയടിച്ച് തന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹങ്ങളിൽ കൊണ്ടുവച്ചു എന്നാണ്. അപ്പൊ അതുപോലെ അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടോ? ഇത് കൊള്ളയടിച്ച് ദേവന്റെ ഭണ്ഡാരഗൃഹങ്ങളിൽ കൊണ്ടുവച്ചു, ഈ നിലവറയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് തൻ്റെതാക്കി മാറ്റി. ഇവിടെ നിന്നുള്ള ആളുകളെ അവിടേക്ക് കൊണ്ടുപോയി, മനുഷ്യനെ അടിച്ചു, കഠിനമായ ജോലിക്ക് ഏർപ്പെടുത്തി. രണ്ടായി മനുഷ്യന്റെ ആ ജോലി രീതി വിഭജിച്ചു. രാജസന്തതികളെ കുലീനന്മാരായ സ്വേച്ഛന്മാരായ ചെറുപ്പക്കാരെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് വേണ്ടി രാജാവ് എടുത്തു. അവർ കൊട്ടാര വളപ്പിലാണ്. ജനസാമാന്യങ്ങൾ അതിന് പുറത്ത് കഷ്ടപ്പെട്ടു. പുറത്തവർ ഊഴിയ വേലയാണ്. ഊഴിയ വേല എന്ന പദം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ശരിക്കും വേജസ് ഒന്നും ഇല്ലാതെ, സാലറിയോ വേജസോ ഒന്നും ഇല്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പണി, അതായത് പണിക്ക് പകരം ഭക്ഷണം കൊടുക്കുക, അതേ ഉള്ളൂ ഊഴിയ വേല. പണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഈ ഊഴിയ വേല ഉണ്ടായിരുന്നു. അതായത് സർക്കാരിന് വേണ്ടി പണിയെടുക്കണം, പക്ഷെ അതിന് പണമില്ല, ധാന്യങ്ങളായിട്ട് ഇതിന് കൂലി തിരിച്ചു കിട്ടും, ആഹാരത്തിന് വേണ്ടി മാത്രം. ഈ കേണൽ മൺട്രോയുടെ കാലത്താണ് ആദ്യമായിട്ട് മലയാളി ഇന്ത്യക്കാരൻ കൂലി കണ്ടത്, ജോലി ചെയ്ത ശേഷം കൂലി കണ്ടത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. അത് മറ്റൊരു ഘട്ടത്തിൽ പറയാം ആവശ്യമില്ല. അപ്പം അതിനു മുമ്പ് ഇന്ത്യയിൽ കൂലി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല, കേരളത്തിൽ വിശേഷിച്ചു. അപ്പോൾ ഊഴിയ വേല എന്നതിന്റെ അർത്ഥം ഭക്ഷണത്തിന് വേണ്ടി പണിയെടുക്കുക, അതാണ്. പൈസ കിട്ടത്തില്ല, സാലറി ഇല്ല, വേജസ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ പണിയെടുത്താൻ വിധിക്കപ്പെട്ടു. ഈ കൂടെ പണിയെടുത്ത ഒരാളാണ് നമ്മുടെ എസെക്കിയേൽ പുരോഹിതൻ. കാരണം എസെക്കിയേൽ പുരോഹിതനും കൊണ്ട് ഇവിടെ ഇട്ടു, അദ്ദേഹത്തെ കൊണ്ടിട്ടു, പ്രവാസിയാക്കി ഇട്ടു. അതുപോലാണ് എനിക്കൊരു പേടി. നമ്മൾ പാസ്റ്റർമാരിവിടെ ഒത്തിരി ഉണ്ട് ഈ ഗ്രൂപ്പിൽ. നമ്മളെല്ലാം ആരെങ്കിലും അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വലിയ പുള്ളികളൊക്കെ, IPC-യിലും ചർച്ചക്കോടിലും ഒക്കെ നമ്മൾ വലിയ പുള്ളികളാണ്. പക്ഷേ പ്രവാസിയായിട്ട് പിടിച്ചുകൊണ്ട് പോയാൽ ഈ ഭക്ഷണത്തിന് പണിയെടുക്കേണ്ടി വരും. അത് വലിയൊരു വിഷയമാണ്. നമ്മൾ ഇവിടെ വലിയ പ്രസിഡന്റാണ്, നമ്മൾ ഓവർസിയറോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മാസ്റ്ററോ ആണ്. അപ്പൊ നമ്മൾ നമുക്കൊരു അസൂയാപരമായൊരു കാഴ്ച കാണാം. നമ്മൾ ഇത്രയും നാൾ ബ്രദറെ സിസ്റ്ററെ ഇതെന്താന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന പിള്ളേരെല്ലാം കൂടെ തേണ്ട സിവിൽ സർവീസിലേക്ക് കയറുന്നു. ആ രാജ്യത്ത് ചെന്ന് നമ്മളവിടെ ചെന്നിട്ട് കാല കളയ്ക്കാൻ പോകണമെന്ന്, നമ്മളവിടെ ചെന്നിട്ട് റോഡ് പണിക്ക് പോകണമെന്ന്, ആഹാരം മാത്രമേ കിട്ടത്തുള്ളൂ. ഇതുപോലെ ശദ്രക്ക്, മേശക്ക്, ദാനിയേൽ, അബേദ്നെഗോവിനൊക്കെ പിടിച്ച് സിവിൽ സർവീസിലും കൊണ്ടുപോയി ഇവരെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കേമനായിരുന്ന എസെക്കിയേലിനെ പിടിച്ച് റോഡ് പണിക്കും കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടു തട്ടി. അവിടെ കൊണ്ടു തട്ടി. കാരണം ഇവിടെ പൗരോഹിത്യ ആവശ്യമില്ല, അതാണ്. ഈ ബാബിലോണിൽ എന്തിനാണ് പുരോഹിതൻ, ബാബിലോണിൽ എന്തിനാ പാസ്റ്റർ? അപ്പൊ ചോദിച്ചു എന്താ ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുക. അപ്പൊ ചോദിച്ചു കാണും എന്താ തന്റെ ജോലി? ഉടനെ പറഞ്ഞു ഞാൻ അവിടെ പുരോഹിതനാ, അത് മഹാപുരോഹിതനാ. ഈ അങ്കിയും തലപ്പാവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകപ്പാടെ നിൽക്കുന്നവർ ഇങ്ങനെ നോക്കി, ആകപ്പാടെ നോക്കി. അപ്പോ ഇത് ഊരിയ രക്ഷയുള്ളൂ, ഊരി കളഞ്ഞേച്ച് പോകാൻ പറഞ്ഞു. നമ്മുടെയൊക്കെ നാട്ടിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം. ഇപ്പൊ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഈ തിരുവല്ല ഭാഗം വഴി നിങ്ങൾ യാത്ര ചെയ്താൽ ഈ തിരുവല്ലയിൽ രസാവഹമായൊരു കാഴ്ച കാണാം. ചുമ്മാ പോയി കഴിഞ്ഞൊരു കാഴ്ച കാണാം. അവിടെ എല്ലാം
ഈ മെത്രന്മാരാ. എങ്ങോട്ട് തിരിഞ്ഞാലും മെത്രന്മാരാ. ഉടുപ്പെന്ന് പറഞ്ഞാൽ പല നിറത്തിലുള്ള ഉടുപ്പ് ഇട്ട് ഇങ്ങനെ മെത്രന്മാരെ നിൽക്കുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് ഈ ഒരു പട്ടിക്കിട്ടെറിയാൻ ഒരു കല്ലെടുത്താൽ ആ കല്ല് ഏറ് കൊള്ളുന്ന ഒരു മെത്രാനിട്ടായിരിക്കും. കാരണം ഈ ഓരോ ദിവസവും ഈ മെത്രാന്മാരുണ്ടായിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഈ തെരുവുനായുടെ ശല്യം കാരണം നിങ്ങളൊരു കല്ലെടുത്ത് അതിനെ എറിഞ്ഞ് ഓടിക്കാൻ ശ്രമിച്ചാൽ എറിയാനൊക്കത്തില്ല. കാരണം അത് കൊള്ളാൻ പോകുന്നത് അടുത്ത കാലത്ത് ബിഷപ്പായ ഏതെങ്കിലും ഒരാളിന്റെ ഇതിൽ നിന്നായിരിക്കും. ഇനി അതൊരു ഭാഗമുണ്ട്. ഇത് കൂടാതെ വേറെ ഒരു ഗ്രൂപ്പ് ആളുകൾ തിരുവല്ല ഭാഗം വഴിയാണ്. അതിനകത്ത് ഈ അച്ഛനാണോ അതും അറിയത്തില്ല, പാസ്റ്ററാണോ അതും അറിയത്തില്ല, പാസ്റ്ററും അല്ല അച്ഛനും അല്ല, പാച്ചൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജനസിൽപ്പെട്ട പാസ്റ്ററും അല്ല അച്ഛനും അല്ല, പാച്ചൻ എന്ന് പറയുന്ന ടൈപ്പ് കുറെ എണ്ണം ഉണ്ട്. അപ്പൊ ഈ ടൈപ്പൊക്കെ ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ, ഒരു കാര്യത്തോടെടുത്ത് കഴിയുമ്പോൾ ആവശ്യമില്ലാതെ വരുമെന്നു. ഇത് സെസക്കിയലിന്റെ ആവശ്യമില്ലാതെ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി അവർ ജോലി ചെയ്യേണ്ടി വന്നു. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവ് അവരകത്ത് സിവിൽ സർവീസിലും പോയി. അപ്പൊ ഈ രണ്ടു തരം കൾച്ചറുകൾ ഇവിടെ ഇങ്ങനെ അത് നടക്കുകയാണ്. അപ്പൊ ഒരു കൂട്ടർക്ക് നല്ല ഭക്ഷണം, നല്ല ജീവിത ചുറ്റുപാടുകൾ, മറ്റേ ആളുകൾക്ക് ഏറ്റവും കഠിനമായ ജോലി, ഇങ്ങനെ ഊഴിയ വിലയ്ക്കും വിട്ടു. ഞാനതൊന്ന് ഓർത്തോണ്ട് പറഞ്ഞാണ്, ആരെയും പരിഹസിക്കാൻ പറഞ്ഞല്ല. അപ്പം ഇങ്ങനെ രണ്ടായി കിടക്കുന്നു. ഒടുക്കം ഈ അവസ്ഥയിൽ ഇവർ കടന്നു പോകുന്ന പീഡയില് ഈ ദാനിയേൽ ഒരു കാര്യം ചെയ്തു. അദ്ദേഹത്തിന്റെ കയ്യില് ഈ പുസ്തക ചുരുളുണ്ട്. എന്നെ അവിടെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഒരു ചുരുള് കൊണ്ടു നടക്കാവുന്ന നിസ്സാര കാര്യമല്ല. കാരണം നമ്മൾ ഇന്നൊരു ബൈബിൾ കൊണ്ടു നടക്കുന്ന പോലെ അല്ല, ഈ വലിയ കെട്ടുകളായത്. പായമടക്കി സഹായത്തിന് വരുന്ന പോലെ പണ്ട് കാലത്തൊക്കെ നമ്മൾ അങ്ങനെ വരുമല്ലോ. ഈ പായൊക്കെ കൊണ്ടാണ് പണ്ട് കാലത്ത് ഒരാളുടെ ജോലിയായി ഇതെല്ലാം കൊണ്ട് വീട്ടുപ്രാർത്ഥനയുള്ള വീട്ടിലേക്ക്, അത്രയും പായൊന്നുള്ള കാലമല്ല, ഇതൊക്കെ തലേ വെച്ചോണ്ട് ഇങ്ങനെ പോകണം. നമുക്കറിയാത്തവരാരും ഇവിടെ ഇല്ല. ഇതുപോലായിരുന്നു പണ്ട് ബൈബിൾ കൊണ്ടുപോകുന്നത്. വൈകിട്ട് വായിക്കാനുള്ള ചുരുളാന്നും പറഞ്ഞു ഇതെല്ലാം എടുത്തോണ്ട് ഒരാൾ പോകണം. ഇതുപോലത്തെ ചുരുളാണ്, അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോ ഇത് കേരളത്തിൽ നിന്നും പറ്റിയല്ല. ഇങ്ങനെ ചുരുളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നോക്കൂലി എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? അതിന് പൈസ വേറെ മേടിക്കും. നമ്മൾ ഇതും കൊണ്ട് പോയാൽ അത് നോക്കി എന്നേച്ചാൽ അതിന് കൂലി ഈടാക്കും. അങ്ങനെയുള്ള രീതികളുണ്ട്. അപ്പം ഈ ചുരുളുമായിട്ട് പോവാ, അത് റിസ്ക് ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത്രയും കിലോമീറ്റർ ദൂരം ദാനിയേലിനെ പോലെ മനുഷ്യൻ പ്രവാസിയായി പോയപ്പോഴും ഈ ചുരുള് കയ്യിൽ കരുതിയെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. യെരുശലേമിൽ നിന്ന് പോവാണ്, യെരുശലേമിൽ നിന്ന് പോയി യഹൂദ്യയിൽ നിന്ന് പോവാണ്, പിടിക്കപ്പെട്ട് ഇറാഖ് വരെ പോവാണ്. ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ബാക്കി മനുഷ്യരൊക്കെ എന്തൊക്കെയായിരിക്കും കൈ കരുതിയേ? നമ്മൾ എന്തൊക്കെയായിരിക്കും അത്യാവശ്യം ഒരു ബാഗിൽ കരുതുന്നത്? അത്യാവശ്യം ഉപജീവന സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കരുതണം. ദാനിയേൽ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പ്ലസ് ഈ മനുഷ്യന്റെ കയ്യില് പ്രവാചക പുസ്തകങ്ങളുടെ ചുരുള് എങ്ങനെ അദ്ദേഹം അവിടെ എത്തിച്ചു? അത് നിസ്സാര കാര്യമാണോ? അതും ചുമലിൽ എത്തിക്കൊണ്ട് പോയ ഒരു മനുഷ്യൻ. അപ്പൊ അത് റിസ്ക് എടുത്തവനെ പറ്റുള്ളൂ ഇതൊന്നും കൊണ്ടുപോകാൻ. ഇതെല്ലാമായി യാത്ര ചെയ്തിട്ട് അവിടെ ചെന്ന് അദ്ദേഹം ഇരമ്യാ പ്രവാചകനെ വായിക്കുകയാണ്, ഇരമ്യാവിലൂടെ സഞ്ചരിക്കുകയാണ്, ഇരമ്യാവിനെ പഠിക്കുകയാണ്. ഇരമ്യാവിലൂടെ സഞ്ചരിച്ച് ഒടുക്കം ചെല്ലുന്നത് ഇരമ്യാവ് എന്ന മനുഷ്യന്റെ ആ ശുശ്രൂഷയുടെ പ്രത്യേകത വായിച്ചു വന്നപ്പോൾ ഒരു കാര്യം പിടികിട്ടി. ഞങ്ങളുടെ ഇവിടുത്തെ പ്രവാസം 70 കൊല്ലം കൊണ്ട് തീരും. 70 കൊല്ലം ഒരു കണക്ക്. ഇതാരും ഇതിനെ പറയാ, ഞാനൊരു കാലഗണന നിശ്ചയിച്ചു, 70 കൊല്ലം കൊണ്ട് തീരും. ആ കാലഗണന നിശ്ചയിച്ചിട്ട് അത് എവിടുന്ന് കണക്ക് കൂട്ടണം എന്നിങ്ങനെ ചിന്തിച്ചു. എവിടുന്നാണ് അത് കണക്ക് കൂട്ടേണ്ടത്? 71 കൊല്ലം കിട്ടി, അത് എവിടെ തുടങ്ങണം, എവിടെ കൊണ്ട് തീർക്കണം, ഇത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക, ആകുലപ്പെട്ടിരിക്കുക. ഒടുക്കം ഇസ്രയേലിന്റെ പ്രവാസത്തിന്റെ 70-ാം ആണ്ടില് ഇസ്രയേൽ മക്കളെ നെബൂഖദ്നേസർ കൊണ്ടുവരുന്നതിന്റെ 70-ാം ആണ്ടിൽ തിരിച്ചൊരു യാത്രയുണ്ടെന്നും ആ യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങളെ ചെയ്യാൻ ദൈവം കോരസ് എന്നുള്ള ഒരു ചക്രവർത്തിയെ തിരഞ്ഞെടുത്തെന്നും പിൽക്കാല ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ഇന്ന് നമ്മൾ വായിച്ച ഭാഗം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി കാണും. ഇരമ്യാ മുഖാന്തരം ഉണ്ടായ അരുളപ്പാട്. ഇപ്പൊ ഇരമ്യാ മുഖാന്തരം ഉണ്ടായ അരുളപ്പാട് എന്താണെന്നറിയണ്ടേ? 70 കൊല്ലത്തിനുള്ളിൽ ഇസ്രയേൽ മക്കളുടെ പ്രവാസകാലം തീരും, നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങി ചെല്ലും. നെബൂഖദ്നേസർ ഇടിച്ച് നിലംബരയാക്കിയ നാട്ടില് നിങ്ങൾക്കൊരു അഭിവൃദ്ധി ഉണ്ടാകും, നിങ്ങൾ അവിടെ കരുത്തരായി മാറും, നിങ്ങൾക്ക് ആലയം തിരിച്ചു കിട്ടും, നിങ്ങൾ സമ്പദ് സമൃദ്ധിയുടെ ഒരു പുതിയ മണ്ഡലത്തിലേക്ക് വീണ്ടും കാലെടുത്തു വെക്കും. ഇത് നിവർത്തിക്കാൻ ദൈവം 70 കൊല്ലം ഇട്ടിരുന്നു. പക്ഷെ 70 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇരമ്യാവെന്ന ഒരു മനുഷ്യന്റെ ആ കഠിനമായ കണ്ണീര്, അദ്ദേഹത്തിന്റെ വേദന, അദ്ദേഹത്തിന്റെ ത്യാഗം, ആ ത്യാഗങ്ങളെ അന്നത്തെ മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിൽ ദാനിയേലിനെ പോലെ ഉത്കൃഷ്ട മാനസൻ പേരെഴുതി വെച്ചിട്ട് പറയാണ്, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ട് ഞാനൊരു കാലഗണന ഗണിച്ചു. എസ്രാ ശാസ്ത്രി പറയാണ്, ഇത് ഇരമ്യാവിന്റെ അരുളപ്പാടാണ്, അതിന്റെ നിവൃത്തിയാണ്. അപ്പൊ ഓരോ സൗഖ്യങ്ങളും നമുക്കുള്ള പഴയ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണ്. ഓരോ പുരോഗതികളും നമുക്കുള്ള ഒരു ഏറ്റവും ലളിതമെന്ന് തോന്നിയ ഒരു പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. നിങ്ങളൊരു പക്ഷെ ഓർക്കുന്നുണ്ടാകും,
നിങ്ങളുടെ ചെറിയ വീട്ടില് 6-7 പേര് മാത്രം ഇരുന്നുള്ള ഒരു കൂട്ടായ്മയില് പേരും പ്രസിദ്ധിയും ഇല്ലാത്ത ഏതോ ഒരു മനുഷ്യനിലൂടെ, ഒരു സഹോദരിയിലൂടെ നമ്മൾ കേട്ടൊരു ദൈവാലോചനയുണ്ട്. ആ ദൈവാലോചന നിവൃത്തി കാലമേറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. പക്ഷെ നമ്മൾ ആ മനുഷ്യനെ ഓർക്കുന്നില്ല, സന്ദർഭം ഓർക്കുന്നില്ല. പക്ഷേ ആ പ്രവചന നിവൃത്തിയാണ് നമ്മളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് ചിലപ്പോൾ നമ്മളൊക്കെ ചില വാഗ്ദത്തങ്ങൾ മറക്കും. വാഗ്ദത്തങ്ങൾ മറക്കും എന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് ബാല്യത്തില് ഒരു സാധാരണ നമ്മൾ കേൾക്കുന്ന പ്രവചനമാണെന്ന് പറഞ്ഞ് തള്ളിവിടാവുന്ന വിധത്തില് ഉള്ളൊരു സംഭവം ഉണ്ടായി. ഞാൻ എൻ്റെ സ്വന്തം കാര്യം അങ്ങനെ പറയാറില്ലെങ്കിൽ ഓർക്കുകയാണ്. ഒരാൾ പറഞ്ഞു, എൻ്റെ മീതെ കൂടി ഇങ്ങനെ ഫ്ലൈറ്റ് നിരന്തരം വട്ടമിട്ട് പറക്കുന്നു, അത് ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അപ്പൊ എനിക്കതിൽ വലിയ മോഹമൊന്നും തോന്നിയില്ല. നമ്മുടെ ജീവിതമായിട്ട് ഇതിന് വലിയ ബന്ധമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതിനകത്ത് ഇപ്പൊ എൻ്റെ വീട്ടിലെല്ലാ തിങ്കളും ഒരു പ്രാർത്ഥനയുണ്ട്. ഞാനും വൈഫും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്, അമ്മയും പിന്നെ കുറെ പേര് വരും, പ്രാർത്ഥനയ്ക്ക് വരും. അന്നാണ് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞത്, ഫ്ലൈറ്റ് വട്ടമിട്ട് പറക്കുന്നു, ഒരു സ്ഥലത്തുനിന്ന് വേറൊരിടത്തോട്ട് പോകുന്നു, അവിടുന്ന് വേറൊരിടത്തോട്ട് പോകുന്നു. അങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ത്രില്ലൊന്നും അടിച്ചില്ല. അപ്പൊ ഇത് പിന്നെ നടക്കുന്നുമില്ല. ഒരു പാസ്പോർട്ട് ഇരുന്നിട്ട് അതിന്റെ കാലാവധി തീരാറായി. അപ്പോഴേക്ക് ഇതിനെ വലിയ ആകാംക്ഷയും വരുന്നില്ല. അപ്പൊ ഞാൻ നെടുമ്പാശ്ശേരിക്കടുത്ത് ഒരു സഹോദരന്റെ വീട്ടില് ഒരാഴ്ച, എൻ്റെ വൈഫുമായിട്ട് ഒരാഴ്ച താമസിച്ച് അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഒത്തിനാൾക്ക് ശേഷം. അപ്പൊ അവിടെ ഒരു സഹോദരനുണ്ട്. അപ്പൊ അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട് പിന്നെ ഈ മറ്റേ സിഗ്നല് അത് സംവിധാനം ചെയ്തിരിക്കുന്നതിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഏത് ഫ്ലൈറ്റ് വന്നാലും അവിടുന്ന് ഇങ്ങനെ തിരിയും. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു 10-15 നമ്മൾ നിമിഷ നേരം കൊണ്ട് ഒരു 10-15 ഫ്ലൈറ്റ് വന്ന് ഇങ്ങനെ പോകും. ഞാൻ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോ പ്രവചനം നിവൃത്തിയാകുന്നു, എന്റെ തലയ്ക്ക് മീതെ ഇഷ്ടംപോലെ വിമാനം. കണ്ടോ, എനിക്ക് ഇന്നലെ മനസ്സിലായി ആ പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ്. നിരന്തരം നിരവധി ഫ്ലൈറ്റുകൾ നമ്മുടെ തലയ്ക്ക് മീതെ പറക്കുന്നു, തലങ്ങും വിലങ്ങും പറക്കുന്നു, അതിന്റെ ഇരമ്പലിനകത്ത് നീ അസഹനീയമായിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നു. അപ്പൊ ഇത് ആ വലിയ തമാശയായി. കാരണം നമ്മൾ അവിടെ അതിന്റെ തൊട്ടടുത്തിലെ ഉള്ള വീട്ടിൽ താമസിക്കുക രാത്രി. അപ്പോഴാണ് പറഞ്ഞത്, അപ്പൊ പകലും രാത്രിയും കാണുക, എല്ലാ 3 മിനിറ്റിനുള്ളിൽ വന്ന് ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു പോവാണ്. ആ മലയാറ്റൂര സൈഡിലായിട്ട് അവിടുന്ന് വന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഫ്ലൈറ്റ് പോവാം. നമ്മൾ അതിന്റെ താഴെ താമസിക്കുകയാണ്. അപ്പൊ ഞാൻ ആ പുള്ളിയോടും പറഞ്ഞു, എൽദോസ് ഇത് കണ്ടോ, എന്നോട് പണ്ടുള്ള ഒരു വാഗ്ദത്വമാണ്, അത് കണ്ടോ ഇങ്ങനെ എന്റെ തലയ്ക്ക് മീതെ. ഇപ്പൊ എൽദോസ് പറഞ്ഞു, ഇത് ഞങ്ങൾ ഇവിടെ വന്ന ആൾ മുതലുണ്ട്, വാഗ്ദത്വം ഇല്ലാതെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു മറുവശമുണ്ട്. നമ്മളിങ്ങനെ ചിന്തിച്ചെങ്കിലും കുറെ നാൾ കഴിഞ്ഞ് എനിക്ക് ഒത്തിരി ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞാല് നമുക്ക് പിന്നെ അങ്ങ് മടുപ്പായി തോന്നി. ഒരു 3 ദിവസത്തേക്കും 2 ദിവസത്തേക്കും ഒക്കെ ഞാൻ പല യോഗങ്ങൾക്ക് ഞാനെങ്ങും പോയി അങ്ങനെ നിൽക്കാറില്ല. എൻ്റെ യോഗം കഴിഞ്ഞ് തിരിച്ചു പോരും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ വന്നിട്ടുണ്ടെന്നും എങ്ങും ഇന്നുവരെ കൃപയാൽ പോകാനിടയായിട്ടില്ല. എന്നെ ഒരാൾ യോഗത്തിന് വിളിച്ചാൽ പറയും, എനിക്ക് വീട്ടിൽ ഇത്ര ദിവസത്തിൽ പോകണം, ഞാൻ തിരിച്ചു വരും. അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ പിന്നീട് ഈ പാസ്പോർട്ടിനകത്ത് സീല് കാരണം നമുക്ക് പിന്നെ പുതിയ എടുക്കേണ്ടി വന്നു. അത് മൊത്തം സീലായിട്ട് ഈ നിരന്തര യാത്ര, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ പറഞ്ഞത്, നമ്മൾ മടുത്തു ചില ആലോചന കേട്ടിട്ട്, നടക്കുന്നില്ല. അത് കേട്ടിട്ട് നമ്മൾ കേട്ട എല്ലാ അനുഗ്രഹമാണ്, നടക്കുന്നില്ല. ആ മടുപ്പ് അങ്ങനെ നിൽക്കുമ്പോഴും പറയാണ്, ദൈവം പക്ഷെ മടുത്തിട്ടില്ല. ദൈവം ഒരിക്കലും അത് വിട്ടിട്ടുമില്ല. നമ്മൾ വിട്ടു. കാരണം ഇനിയിപ്പം നമ്മളുടെ ഒരു ദിവസം ഉണ്ടല്ലോ, അബ്രഹാം പറയുന്നുണ്ടല്ലോ, ഇനി ഇസ്മായിൽ നിന്റെ മുമ്പാകെ ഇരുന്നാ മതി. സാറില്ല, ഇത് മതി, ഞാൻ എഗ്രി ചെയ്യാം, ഇസ്മായിൽ ഇരുന്നാ മതി. പക്ഷെ ദൈവം വിട്ടിട്ടില്ല. ദൈവം ഇസ്മായിലിനെ ഇരുത്തുക എന്നുള്ളല്ലോ പദ്ധതി. അബ്രഹാം വിട്ടു, കാരണം മടുപ്പായി പോയി. ഇത്രയായിട്ട് കിട്ടുന്നില്ല, പിന്നെ ഞാൻ ചൂടാകുന്നില്ല. ഒരുപക്ഷെ ദൈവം അവിടെ ചിന്തിച്ച് കാണും, ഈ മനുഷ്യനെ പറ്റി ചിന്തിക്കുക. അവിടെ അബ്രഹാം പറയുന്നുണ്ട്, എനിക്കിതുകൊണ്ട് നിന്നോട് സ്നേഹക്കുറവില്ല, നീ വാഗ്ദത്തം തന്നില്ലല്ലോ എന്നത് പിണക്കമില്ല. ഞാൻ നിന്റെ മകനായിരിക്കും, നിന്റെ ആരാധന ഒന്നും ഞാൻ മുടക്കുകയല്ല, ഞാൻ യാഗം കഴിക്കുന്നതിൽ വിട്ടുവീഴ്ച വരുത്തുകയില്ല, ഞാൻ ഇനി ആരെങ്കിലും അതിഥി വന്നാൽ സൽക്കരിക്കുന്നതിലൊന്നും എനിക്ക് വിട്ടുവീഴ്ചയില്ല. പകരം ഇനിയിപ്പോ എനിക്ക് മക്കളൊന്നും വേണ്ട, ഈ പ്രായത്തിൽ എനിക്ക് ഇനി എന്തിനാ മക്കള്, ഇസ്മയിൽ നിന്റെ മുമ്പാകെ ഇരുന്നാൽ മതി. അപ്പൊ ദൂതൻ പറഞ്ഞു, നോ, അങ്ങനെയല്ല, നിന്റെ ഭാര്യയായ സാറാ ഗർഭം ധരിച്ച് നിനക്കൊരു മകനെ പ്രസവിക്കും. അതാണ് വാഗ്ദത്വം. അത് സംഭവിച്ചപ്പോഴാ അബ്രഹാമിന് മനസ്സിലായത്, ഞാൻ വിട്ടു, പക്ഷെ ദൈവം വിട്ടിട്ടില്ല. ഇന്ന് ഈ രാത്രി തിരിച്ചു പോകുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിച്ചേ പോവും. നമ്മൾ പലത് ഉപേക്ഷിച്ച് കളഞ്ഞു, ദൈവം വിട്ടിട്ടില്ല. ഒരു വാഗ്ദത്വവും വിട്ടിട്ടില്ല. അത് നിറവേറാൻ പ്രായം ഒരു തടസ്സമല്ല, പണം ഒരു തടസ്സമല്ല, ജീവിത ചുറ്റുപാട് തടസ്സമല്ല, മക്കളോ വേണ്ടപ്പെട്ടവരുടെ ഏത് തലത്തിലായിരിക്കുന്ന ഒരു തടസ്സമല്ല. വാഗ്ദത്തങ്ങൾക്ക് അവൻ നമ്മൾ വിട്ടാലും ദൈവം വിടൂല. ദൈവം വിട്ടാൽ ദൈവമല്ലെന്ന് വരുന്നു. ആ വാഗ്ദത്തങ്ങളെ ഓർത്തിരുന്ന് നിർവഹിക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവനത് വിടൂല. അവനത് പിടിച്ച കേസാണ്. അവനത് പിടിച്ച് ഉറപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ മൂർച്ച വേണോ, അതിന് പ്രാർത്ഥിച്ചോണം. അല്ലെങ്കിൽ നമുക്കത് കിട്ടും. അതിന് ആഴം വേണോ, അതിന് ഡെപ്ത് വേണോ, അത് നമ്മുടെ ഉത്തരവാദിത്തം. ഇതിനാണ് പറഞ്ഞത്, യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സുണർത്തി. മൊർദെഖായിക്കൊരു പ്രതിഫലം വന്നപ്പോഴാ.
മൊർദെഖായി പണ്ട് രാജാവിന്റെ പ്രാണനെ രക്ഷിക്കാൻ ചെയ്തൊരു ശ്രമമുണ്ട്. അന്ന് അത് കണ്ടുപിടിച്ചതെങ്കിൽ മൊർദെഖായിക്ക് കുറെ പണവും കിട്ടും, ഒരു പാരിതോഷികം കിട്ടും. ഇപ്പോഴത്തെ രീതിക്കാണെങ്കിൽ ഒരു ഷീൽഡ്, ഒരു പ്രശംസാപത്രം എല്ലാം എഴുതിയിട്ട് മൊർദെഖായി രക്ഷിച്ചു എന്നും പറഞ്ഞ് ആദരിച്ചു എന്നും പറഞ്ഞിട്ട് ഫോട്ടോയും വെച്ച് കൊടുക്കും. അതാണ് സംഭവിക്കുന്നത്. പക്ഷേ അന്നൊന്നും കിട്ടിയില്ല. കാലമേറെ കഴിഞ്ഞ രാജാവ് തന്നെ രക്ഷിച്ചവരുടെ കാര്യം ഇങ്ങനെ പരിശോധിച്ചപ്പോൾ വല്ലതും ചെയ്തോന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല. പക്ഷെ ആ ഒറ്റ കാര്യം കൊണ്ട് ഒരു നാടിന് മുഴുവൻ രക്ഷ. പണ്ടാണെങ്കിൽ 10,000 50,000 1 ലക്ഷമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടും. ആ ഗിഫ്റ്റും കിട്ടിയിട്ട് ഷീൽഡും മേടിച്ചോണ്ട് വീട്ടിൽ പോരാ. പക്ഷെ ഇന്ന് ഒരു ജനതയുടെ മുഴുവൻ രക്ഷയ്ക്ക് തന്റെ പഴയൊരു പ്രവൃത്തി ചികഞ്ഞെടുത്ത് ഓർക്കത്തക്ക വിധം രാജാവിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തി. അപ്പൊ ദൈവത്തിന്റെ ഉണർത്തലാണ് പ്രവചനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ഇന്ന് ചിന്തിച്ച് പിരിയണേ, എവിടെയോ നമ്മുടെ പ്രവചനത്തിന്റെ നിവൃത്തി നമുക്ക് വേണ്ടി ദൈവം ഉണർത്തിക്കൊണ്ടിരിക്കുക. ആരെയോ ഹൃദയങ്ങളിൽ, ഏതോ മണ്ഡലങ്ങളിൽ നമുക്ക് വേണ്ടി ആ ത്രസിക്കുന്ന ഓർമ്മപ്പെടുത്തലുകൾ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അസഖ്യപ്പെടുത്തുന്ന ഇടപാടുകൾ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉറങ്ങാൻ രാത്രി പോകുമ്പോൾ ആരോ നമുക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം അസഖ്യപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ ഏതോ കരകളിൽ, ഏതോ മേഖലകളിൽ നമുക്ക് വേണ്ടി ആരെയൊക്കെയോ തയ്യാറെടുക്കുകയാണ്. ഒരാളുടെ അനുഗ്രഹം, അയാൾ അതിന്റെ പുറകെ യാത്ര തിരിക്കുകയാണ്. ഈ ഏശാവ് എന്ന മനുഷ്യൻ ഒരു വേട്ടമൃഗത്തിന്റെ ഒപ്പം യാത്ര ചെയ്യുകയാണ്. വേട്ടമൃഗത്തിന്റെ ഒപ്പം ആയുധം കൊണ്ട് ഓടി 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 വേട്ടമൃഗം പറ്റിക്കുമ്പോൾ വേറൊരുത്തന്റെ അനുഗ്രഹം അയാളുടെ വീട്ടിൽ മനോഹരമായ ഭക്ഷണമായി തിളച്ച് തിളച്ച് അതിങ്ങനെ ഇറച്ചിക്കലത്തിൽ പാകപ്പെടുത്തി അപ്പന് കൊടുക്കാവുന്ന രുചികരമായ ഭക്ഷണമായി തൊട്ടരികിലിരിക്കുകയാണ്. അപ്പൊ ഒരുവൻ അനുഗ്രഹത്തിന്റെ പിന്നാലെ പോകുമ്പോൾ അവളുടെ അനുഗ്രഹം വീട്ടിൽ, അയാളുടെ അനുഗ്രഹം വീട്ടിൽ തന്നെയുണ്ട്. നമ്മുടെ അനുഗ്രഹം തൊട്ടടുത്തുണ്ട്. നമ്മുടെ അനുഗ്രഹം എവിടെയോ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ മടുത്തു പോകണ്ട. ഒരു വാഗ്ദത്വം അല്ലാതിരിക്കുന്നില്ല. ഒരു ദൂതും നിറവേറാതെ പോകില്ല. ഒരു ചിന്തയും അതിന്റെ ആഴങ്ങളെ നഷ്ടപ്പെടുത്താറില്ല. അപ്പോ യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകാൻ ദൈവം ഒരു ജാതീയ രാജാവിന്റെ മനസ്സുണർത്തിയിട്ട് ഡേറ്റ് പറയുക. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ എന്നാണ് അവൻ രാജ്യസ്ഥാനത്ത് ഏറ്റെടുത്തത്. അന്ന്. എന്നാൽ അധികാരം ഏറ്റെടുക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം ഏതെങ്കിലും ഒരു പ്രസിഡന്റോ അല്ലെ നിങ്ങളുടെ അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയോ നിങ്ങളൊരു വാഗ്ദത്തം പറഞ്ഞുണ്ട്, ഞാൻ അധികാരത്തിലെത്തിയാൽ ഇന്ന കാര്യം നിങ്ങൾക്ക് ചെയ്തു തന്നേക്കാം, ഇന്ന കാര്യം ചെയ്തു തന്നേക്കാം. പുള്ളി ആ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്നിട്ട് പറയാ, സാർ ഇന്ന പോലെ പറഞ്ഞൊരു കാര്യം അത് ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളി എന്ത് പറയും? വെയിറ്റ് ചെയ്യേ. നമ്മൾ അന്ന് ചെല്ലത്തൊന്നുമില്ല. എന്നാൽ 1 കൊല്ലം കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഇത് ഓർക്കുകയില്ല. അന്ന് ഇതിലും വലിയ പ്രയോറിറ്റിയുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിലൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ നിർത്താം. ഈ യോസേഫ് എന്ന മനുഷ്യൻ ആ ജയിലിൽ കിടക്കാണ്. ഞാൻ തിരിഞ്ഞിരിക്കാറുണ്ട്. യോസേഫ് അവിടെ കിടന്നുകൊണ്ട് പറയാണ്, നീ ഒരു ദിവസം രാജസ്ഥാനത്ത് തിരിച്ചു ചെല്ലും മകനെ, നീ രാജാവിന്റെ പാനപാത്രത്തിൽ വീണ്ടും ഇതൊഴിച്ചു. അന്ന് നീ എന്നെ കൂടെ ഒന്ന് പറഞ്ഞേക്കണേ, ഞാനിവിടെ കിടക്കത്തക്ക ഇതിലൊരു തെറ്റും ചെയ്തൊരു മനുഷ്യനല്ല, ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. ഞാനവിടെ ഓർക്കാറുണ്ട്, ഞാനാണെ ഇത് പറയില്ല, ഞാൻ ആ ത്യാഗം സഹിച്ചാലും അയാളുടെ ശുപാർശ വേണ്ട എന്ന് ചിന്തിക്കുള്ളൂ. അതൊരു തരം കോംപ്ലക്സ് ആണെന്ന് കൂട്ടിക്കുള്ളൂ, അല്ലാതെ എന്റെ ഗുണമായിരിക്കില്ല. അല്ലെ അവിടെ കിടന്നോട് പറയുകയാണ്, എന്നെ ഒന്ന് ഓർക്കണേ, നീ അവിടെ ചെല്ലുമ്പോ എന്നെ ഒന്ന് ഓർക്കണം. പക്ഷെങ്കില് അയാൾ മറന്നുപോയി. അയാൾ മറന്ന മാത്രമല്ല, ഇയാൾ എനിക്ക് ചെന്നിട്ട് പറയുക, രാജാവെ ഇങ്ങനെ എനിക്കൊരു ഇയാളെ തിരിച്ചെടുത്തേക്കാ. പുള്ളി പറയാ, അച്ഛാ ഒരു കാര്യം പറയാണ്ട്, എന്തുവാ, എന്റെ കൂടെ ഒരു തടവുള്ളി കിടന്നു. പുള്ളി അത് പറയാൻ നേരം കിട്ടത്തില്ല, കാരണം ഇവനെ തന്നെ തിരിച്ചെടുത്തിരിക്കുകയെന്നേ ഉള്ളൂ. ഇവൻ കഷ്ടിച്ചാണ് ഈ ജോലി വന്നിരിക്കുന്നത്. ഇനി അവൻ അങ്ങ് പറഞ്ഞെന്ന് കുട്ടിക്കും. പറഞ്ഞെങ്കിൽ യോസേഫിന് കിട്ടാവുന്നത് എന്താണ്? പരമാവധി ജയിലിൽ നിന്നുള്ള വിടുതൽ. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ ചെയ്ത്, കൂലിപ്പണിയൊക്കെ ചെയ്ത് ആ നാട്ടിലൊരു അഭയാർത്ഥിയായി, പ്രവാസിയായിട്ട് കഴിയാം. പക്ഷെ ദൈവം ഉണർത്തിയപ്പോൾ, ദൈവത്തിന്റെ സമയമായപ്പോൾ അവന്റെ ആവശ്യം നിറവേറിയത് രാജ്യത്തിലെ മന്ത്രിയായ ഉയർച്ചയോടുകൂടിയാണ്, വലിയൊരു തലത്തിലേക്കാണ്. അപ്പൊ ചിലരെ വാഗ്ദത്തങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ അതിന് ലിമിറ്റ് വെച്ചിരിക്കുക. എനിക്ക് വേണ്ടത് ജയിലിൽ നിന്ന് പുറത്തിയാടിയാൽ മതി. ദൈവത്തിനും ജയിലിൽ നിന്ന് പുറത്തിയാടിക്കുന്നതല്ല വലിയ ദൗത്യം. അതിനൊക്കെ അപ്പുറത്ത് ഒരു രാഷ്ട്രത്തിന്റെ മുഴുവൻ വിടുതൽ, ഒരു ദേശത്തിന്റെ മുഴുവൻ വിടുതൽ, അതിനുള്ള അസാധാരണ മനുഷ്യരാണ്. അപ്പൊ യിരെമ്യാവിന്റെ, പാർസി രാജാവായ കോരശിന്റെ ഈ അനുഭവത്തിലൂടെ നമുക്ക് ഇന്ന് ഇത് ചിന്തിച്ചു നിർത്താം. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാൻ കുറേയുണ്ട്. ശരിക്കും ഒരു പ്രവചന വിഷയമായതുകൊണ്ട് അത് ആ രൂപത്തിൽ ചർച്ച ചെയ്യാം. പിന്നെ പൊതുദിനത്തിലേക്ക് നമുക്ക് കടന്ന് അവസാനിപ്പിക്കാം. ഇന്ന് ദൈവം ഈ വചനങ്ങൾ കൊണ്ട് സമൃദ്ധമായി ഞാൻ അനുഗ്രഹിക്കും.